സുരേഷ് ബാബു സാറിനെ അറിയില്ലേ? സ്വതസിദ്ധമായ അവതരണ ശൈലി കൊണ്ട് വേദികൾ കയ്യിലെടുക്കുന്ന, ആളുകളെ പിടിച്ചിരുത്തുന്ന പ്രഭാഷകൻ. സരസവും ലളിതവുമായ രീതിയിൽ മുന്നിലിരിക്കുന്നവരെ സ്വാധീനിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണം. നമ്മുടെ കുട്ടികളെ ഒരു കുറവും വരുത്താതെ, ഒരു പോറലും ഏൽപ്പിക്കാതെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഇന്ന് വളർത്തുന്നത്. അതിനിടയിൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന പാകപ്പിഴകളെക്കുറിച്ച് മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും നൽകുന്ന വലിയൊരു മോട്ടിവേഷൻ ക്ലാസ്സാണ് സാറിൻ്റെ ഈ പ്രഭാഷണം. വേദി പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂൾ. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്നവനാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ പിന്നേക്ക് മാറ്റിവെക്കാറില്ല, അപ്പൊ തന്നെ അത് ചെയ്യും. എവിടെയെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടെന്ന് കണ്ടാൽ ആ ഭക്ഷണത്തെ കണ്ടാൽ ഉടനെ നാളെ ആ ഭക്ഷണം കഴിക്കാമെന്ന് മാറ്റിവെക്കാറില്ല, അപ്പൊ തന്നെ അവിടത്തേക്ക് പറക്കുന്നു പോകും എല്ലാ പക്ഷികളും. ഒരു കടുവയ്ക്ക് ഒരു മാനിനെ കണ്ടിട്ട് ആ മാനിനെ അടുത്ത മാസം തിന്നാൻ തീരുമാനിക്കില്ല. വിശക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ മാനിനെ കൊല്ലാൻ പുറപ്പെടും. ഒരു മരംകൊത്തി പക്ഷി അതിന്റെ കൂട് കൂട്ടാൻ ഒരു മരം കൊത്തണം എന്ന് താല്പര്യമുണ്ടായാൽ അപ്പോ അത് നാളേക്ക് മാറ്റിവെക്കില്ല, അപ്പൊ തന്നെ കൊത്താൻ തുടങ്ങും. എന്നാൽ മനുഷ്യന്റെ കാര്യത്തിൽ പക്ഷിമൃഗാദികൾക്കില്ലാത്ത വിഷൻ മനുഷ്യനുണ്ട്. കാഴ്ചപ്പാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് സ്വപ്നങ്ങളോ ലക്ഷ്യബോധങ്ങളോ ഒന്നുമില്ല. പക്ഷെ പരിമിതമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ലക്ഷ്യം ചെറുതാണെങ്കിലും അവരപ്പൊ തന്നെ അത് ചെയ്യാൻ തുടങ്ങും. മനുഷ്യന്റെ പ്രശ്നം ലക്ഷ്യം വലുതാണെങ്കിലും അത് ചെയ്യുന്ന കാര്യം പിന്നേക്ക് മാറ്റിവെക്കും. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ. ഒരു കവിതയുണ്ട്, ഒരു കവിത ഞാൻ കേട്ടിട്ടുണ്ട്. ആ കവിത ഇതാണ്: രാവിലെ എഴുന്നേറ്റ് നടക്കണം, പിന്നെ ആവട്ടെ. കൃഷി ചെയ്യണം, പിന്നെ ആവട്ടെ. നാട്ടുകാരുമായി നന്നായിട്ട് ഇടപെടണം, പിന്നെ ആവട്ടെ. പുസ്തകങ്ങൾ വായിക്കണം, പിന്നെ ആവട്ടെ. നന്നായി എക്സസൈസ് ചെയ്യണം, പിന്നെ ആവട്ടെ. അവസാനം നാട്ടുകാർ പറഞ്ഞു, പിന്നേക്ക് വെക്കാൻ പറ്റില്ല, നാറും, ഇപ്പൊ തന്നെ എടുക്കണം. ഒരു പണി എടുക്കാണ്ട് അവസാനം ചത്തു. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, പിന്നേക്ക് വെക്കാൻ പറ്റില്ല, ഇപ്പൊ തന്നെ എടുക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ മിഷനാക്കി മാറ്റാൻ കഴിവുള്ളവരെയാണ് മനുഷ്യൻ. നിങ്ങളുടെ ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് എന്തിനാണ്? അവര് പഠിക്കണം, പഠിച്ചിട്ടോ പരീക്ഷ എഴുതണം, പരീക്ഷ എഴുതിയിട്ടോ വിജയിക്കണം, വിജയിച്ചിട്ടോ ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങണം, ശമ്പളം വാങ്ങിയിട്ടോ വീട് വാങ്ങണം, വീടെടുക്കണം, വീടെടുത്തിട്ടോ കുറെ ഭക്ഷണം വാങ്ങണം, തിന്നണം, കിടന്നുറങ്ങണം, മക്കളെ ഉണ്ടാക്കണം, മുറ്റത്ത് കുറെ പൂക്കൾ പിടിപ്പിക്കണം, തീർന്നു, എന്നിട്ട് മരിക്കണം. ഇതാണോ മനുഷ്യ ജീവിതം? മക്കളെ, രക്ഷിതാക്കളെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ചരാചരങ്ങൾക്കും ഇല്ലാത്ത വിശാലമായ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കലാണ് മനുഷ്യ ജീവിതം. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന പടച്ച തമ്പുരാനെ, ദൈവത്തെ, അള്ളാഹുവിനെ, വിഷ്ണുവിനെ കണ്ടെത്തിയവൻ മനുഷ്യൻ മാത്ര. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരാളും പ്രാർത്ഥിച്ചിരുന്നില്ല, ഒരാളും പള്ളിയും അമ്പലവും ഉണ്ടാക്കിയിരുന്നില്ല. ആ മനുഷ്യ ജീവിതത്തെ തിന്നുക, കിടന്നുറങ്ങുക, കക്കൂസ് പോവുക, ഈ പണി മാത്രം എടുക്കുന്നവരാക്കി ചുരുക്കി കാണുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരായി മാറും. നമ്മുടെ കുട്ടികളെ 10ലും പ്ലസ് 2വിലൊക്കെ ചേർക്കുമ്പോൾ ഉള്ള അവസ്ഥ. ഞാൻ ഇന്നലെ ഒരു സ്കൂളിൽ പോയി, മിഞ്ഞാന്ന് ഞാൻ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ പോയി. ആ സ്കൂളിൽ പോകാൻ കാരണം എന്താണെന്നറിയോ? അവിടെ കുറച്ച് 2 മാസമായിട്ട് തിങ്കളാഴ്ച ദിവസം പ്ലസ് 2 ഉള്ളൂ, പ്ലസ് 1 വരൂല അന്ന് സ്കൂള്. ചൊവ്വാഴ്ച പ്ലസ് 1 ക്ലാസ്സേ ഉള്ളൂ, പ്ലസ് 2 വരൂല. ബുധനാഴ്ച പ്ലസ് 2, വ്യാഴാഴ്ച പ്ലസ് 1, വെള്ളിയാഴ്ച പ്ലസ് 2, ശനിയാഴ്ച പ്ലസ് 1. പ്ലസ് 1കാരും പ്ലസ് 2കാരും ഒരുമിച്ച് സ്കൂളിൽ വരൂല. എന്താ വന്നാല് അടിയാ, വന്നെങ്കിൽ അടിയാ. അടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അടിയാ. ആശുപത്രിയിൽ പോവുക, മാഷന്മാരും പോലീസ് വിചാരിച്ചിട്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. A+ നേടിയ കുട്ടികളാണ് അധികവും. എന്ത് കാര്യം!
ചേട്ടാ, മനുഷ്യൻ എന്തിനാ അടിക്കാൻ വേണ്ടിയാണോ ജനിച്ചത്? രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ ആ പട്ടിക്കുട്ടി പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി മുറിച്ച് ഞാൻ എടുക്കാം എന്ന് പറയാനുള്ള പകുതി നീ എടുക്കാം എന്ന വാക്കൊന്നും അതിനറിയില്ല. അതാരാണോ ശക്തിയുള്ളത്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ അടികൂടി കൊണ്ടുപോകും. എന്നാൽ മനുഷ്യന് വാക്കുകളുണ്ട്, വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയുന്ന മനസ്സുണ്ട്, ആ വാക്കുകളുടെ വികാരങ്ങൾ അറിയുന്ന ഹൃദയമുണ്ട്, ആ വാക്കുകളുടെ അർത്ഥം എങ്ങനെയുണ്ടായെന്നും അതിന്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കുമെന്നും അറിയാവുന്ന ബോധമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ തമ്മിൽ കടികൂടുന്നുണ്ട്. പിന്നെ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലിങ്ങനെ കടിപിടി കൂടണത്, അല്ലേ? തിരിച്ചറിവുണ്ടാവണം. ഭക്ഷണത്തിന് വേണ്ടിയല്ലേ 3/4 മണിക്കൂറായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, 3/4 മണിക്കൂറായി. ഈ 3/4 മണിക്കൂർ വെറുതെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ചായയും ഉണ്ണിയപ്പവും തരണമെന്ന ചിന്ത ഇതിന്റെ സംഘാടകർക്ക് ഉണ്ടായില്ല. പ്രസംഗം തോട്ടങ്ങുന്നവരെ അവർ കാത്തു നിന്നില്ലേ? അതിനാ വിവരമില്ലായ്മ എന്ന് പറയാ. മനസ്സിലായോ? അതിനാ വിവരമില്ലായ്മ എന്ന് പറയാ. ഇത്ര ആളുകൾ വെറുതെ ഇരിക്കുക. അപ്പൊ അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് ബോധമായി മാറണം. അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് ബോധമായി മാറണം. നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് A+ നേടിയാ പോരാ, അവർക്ക് ആ A+നെ ജീവിതവുമായിട്ട് പ്ലസ് ചെയ്യുവാനുള്ള പഠനം ഉണ്ടാവണം. അവരുടെ അറിവിനെ, പഠിച്ചതിനെ ജീവിതവുമായി പ്ലസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ A+ കാര്യമില്ല. അത് എപ്പോഴാ തുടങ്ങണ്ടേ? 10ാം ക്ലാസ്സിലും +2-നും പഠിക്കുമ്പോ രക്ഷിതാക്കൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. എന്റെ മകൻ 10ലാണ്, എന്റെ മകൻ +2 ആണ്, എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് വിജയിപ്പിക്കണം. എന്തൊരു ബേജാറാണ്. ഒരു കാര്യമില്ല. ഒരു കുട്ടി, രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് 10ലും +2ലും ഡിഗ്രിക്കും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ പ്രൈമറി വിദ്യാലയത്തിൽ ഇരിക്കുമ്പോൾ രക്ഷിതാക്കളുടെ അന്വേഷണവും അറിവും പ്രതികരണവും ഇടപെടലുമാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നെൽകൃഷിയിലെ, ഈ നാട്ടിൽ നെൽകൃഷിയിൽ കതിര് വന്നിട്ട് അതിന് വളമിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. കതിര് വരുന്നതിന് മുമ്പേ അത് ഞാറ് പൊരിച്ച് നാട്ടും. ആദ്യം വിത്ത് വെറുതെ വിതറിയിട്ട് പൊടിച്ചു വന്ന വിത്ത്, ആ ചെടികൾ, അതിനാണ് ഞാറ് എന്ന് പറയുക കേട്ടോ. ഞാറ്. ഈ ഞാറുകൾ പൊരിച്ചെടുത്തിട്ട് ചളിക്കണ്ടത്തിൽ വിട്ട് നാട്ടും. നാട്ടുന്നതിന് ഞങ്ങൾ ഇവിടെ പറയാ നാട്ടിന്നാ. നാട്ടിയുണ്ട് എന്നാ പറയാ. ഇവിടെ അങ്ങനെ പറയോ? നാട്ടി. ഈ നാട്ടിയ ഉടനെ ഈ കുട്ടികൾ വീട്ടിൽ അച്ഛനമ്മമാരുടെ മടിത്തട്ടിൽ സ്വാഭാവികമായി വിത്ത് മുളച്ചു വന്നവരാണ് ഈ കുട്ടികളെല്ലാം. ആ വീട്ടിലിരിക്കേണ്ട കുട്ടികളെയാണ് വീട്ടിൽ നിന്ന് പൊരിച്ചിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയി നാട്ടി. മനസ്സിലായോ? പൊരിച്ച് സ്കൂളിൽ കൊണ്ടുപോയി നാട്ടി. ഈ നാട്ടി നടുന്നത് പ്രൈമറി വിദ്യാലയത്തിലാണ്. 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ചേർത്ത ആ സമയത്താണ്. ഈ സമയത്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ടത്. ഈ സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പിന്നെ +2-നും SLC-ക്കും ഒക്കെ ബേജാറായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. പക്ഷേ നമ്മുടെ വിദ്യാലയങ്ങൾ വളരുന്നോ, ദേവാലയങ്ങൾ വളരുന്നോ? വിദ്യാലയങ്ങൾ വളരുന്നു, ദേവാലയങ്ങൾ വളരുന്നു, അല്ലേ? പണ്ടത്തെ പള്ളിയാ? എത്ര മനോഹരമായ പള്ളികളാ, എത്ര മനോഹരമായ അമ്പലമാണ്, എത്ര സുന്ദരമായ സ്കൂളാണ്. ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ ഇല്ലേ, മിക്ക ദിവസവും ഉണ്ടാവും എല്ലാ കുട്ടിയും, ഏതെങ്കിലും ഒരു കുട്ടി കാലിന്റെ മേലെ ഡെസ്ക് വീണിട്ട് നഖം പറഞ്ഞു പോയിട്ട് ഒരു ഓട്ടം കരഞ്ഞുകൊണ്ടൊരു നടന്നു പോകുന്നുണ്ടാവും. എങ്ങനെയാ നഖം പറയുന്നറിയോ? ഡെസ്കും ബെഞ്ചും കാലിന് വീഴും. എന്തിനാ കാലിന് വീഴുന്നത്? അതെന്തോ തെറ്റ് ചെയ്തിട്ടാണോ? ഒന്നുമല്ല. മിക്ക ഡെസ്കിനും മുക്കാല മുക്കാബല എന്നുള്ള പാട്ട് കേട്ടില്ലേ നിങ്ങള്? മുക്കാല 4 കാലുണ്ടാവില്ല, 3 കാലേ ഉണ്ടാവും. അപ്പൊ ഉരുണ്ട് വീഴും. അല്ലെങ്കിൽ ഈ തറയില്ലേ കുണ്ടും കുഴിയായിരിക്കും, കുഴിയിൽ കാല് തട്ടുമ്പോ മറിഞ്ഞ് വീഴും, നഖത്തിന്റെ മേലെ തന്നെ വീഴും. അപ്പൊ നഖം പറഞ്ഞു പോവും. എന്നിട്ട് ഉപ്പ് തുണിയും ചുറ്റിയിട്ട് മാഷമാറി കുട്ടിയെ സ്കൂളിൽ വീട്ടിലേക്ക് അയക്കും. കരഞ്ഞുകൊണ്ട് കുട്ടി നടന്നു പോകും. ഇന്ന് അങ്ങനെയുള്ള ഡെസ്ക് ഉണ്ടോ? ബെഞ്ചുണ്ടോ? എല്ലാ തറയും സിമെന്റോ ടൈൽസോ ആയില്ലേ? നല്ല ചുമരല്ലേ?
നല്ല ക്ലാസ് റൂം അല്ലേ, നല്ല പാഠപുസ്തകമല്ലേ. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് എല്ലാ ക്ലാസ്സിലെ കുട്ടികളും മെയ് 2-ാം തീയതി ജയിച്ചോ തോറ്റോ എന്നുള്ള പ്രൊമോഷൻ ലിസ്റ്റ് ഇടും സ്കൂളിൽ. ഇപ്പൊ 10ാം ക്ലാസ് റിസൾട്ട് അല്ല, എല്ലാ ക്ലാസ്സിലും റിസൾട്ട് ഉണ്ടാവും. 2-ന്ന് ജയിച്ചോ, 3-ന്ന് ജയിച്ചോ, 4-ന്ന് ജയിച്ചോ എന്ന് പറയും. അങ്ങനെ ലിസ്റ്റ് നോക്കാൻ പോയതിന്റെ പിറ്റേ ദിവസം മിക്ക വീട്ടിലെ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിന് മുന്നിൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ ഉണ്ടാ രാവിലെ വന്ന് നിന്നിട്ട് എന്തിനാണെന്നറിയോ? പഴയ പാഠപുസ്തകം തരുവാ പകുതി പൈസക്ക് പഴയ പാഠപുസ്തകം കൊടുക്കും. ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി പഴയ പാഠപുസ്തകത്തിന് ചോദിച്ചു പോകുന്നുണ്ടോ? ഇല്ല. നല്ല പാഠപുസ്തകങ്ങൾ പുതിയതല്ലേ, സർക്കാർ കുറെ കൊടുക്കുന്നുണ്ട്, രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നല്ല നോട്ട് ബുക്കാണ്, നല്ല പേനയാണ്. അന്ന് ഞങ്ങൾക്ക് കടലാസ് പെൻസിൽ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിലേ അന്ന് കിട്ടുന്ന അടിയത. ഒരു കടലാസ് പെൻസിൽ കൊണ്ട് 1 കൊല്ലം തികക്കണം. ഇപ്പൊ എത്ര പേനയാണ്, എത്ര റബ്ബറാണ്, എത്ര ബോക്സാണ്, എന്ത് നല്ല കുപ്പായാണ്. ഞങ്ങൾ സ്കൂളും വിട്ട് വന്നാല് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ധരിക്കാനുള്ള ട്രൗസർ പിൻഭാഗോട്ടയായിരിക്കും. കാരണം അന്ന് ഞങ്ങള് ഈ കൗങ്ങിന്റെ പാളയിൽ ഇരുന്ന് വലിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കളി. ഈ പാള കീറും, ചരളിന് കുടുങ്ങിയിട്ട് പാളയും കീറും, പാള കീറിയ ട്രൗസറും കീറും. പിൻഭാഗം ഓട്ടയായിരിക്കും. വീട്ടിലാരെങ്കിലും വന്നാലില്ലേ ഞങ്ങളെ കാണാൻ വിളിച്ച സ്റ്റാൻഡർഡൈസ് ആയിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ. അതാണ് അങ്ങനത്തെ ട്രൗസറാ. ഇന്ന് നല്ല ട്രൗസർ ഉണ്ട്. ഇപ്പൊ അന്ന് കീറിപ്പോയിട്ട് ഇപ്പൊ ഉടുത്തിട്ട് ജീൻസ് വാങ്ങി കീറിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ കീറിയ ജീൻസ് ഇടുന്നത് ഫാഷനായി മാറി. നല്ല വസ്ത്ര, പിന്നെ നല്ല ഭക്ഷണല്ലേ. പണ്ട് ഉപ്പുമാവ് തിന്നാൻ വേണ്ടിയാ സ്കൂളിൽ പോയേ, ഉപ്പുമാവ് തിന്നാൻ. കാരണം വീട്ടിൽ പട്ടിണിയാ. ഇന്ന് എത്രയാ മീന്, എത്രയാ ഇറച്ചി, എത്രയാ കുട്ടികൾ തിന്നുന്നത്, നല്ല ഭക്ഷണ. അപ്പൊ സ്കൂളിന്റെ കെട്ടിടം വളരുന്നു, സ്കൂളിന്റെ മുറ്റം നല്ല ഇന്റർലോക്ക് ആക്കിയിരിക്കുന്നു, നല്ല പാഠപുസ്തകം, ടീച്ചർമാരാണെങ്കിലോ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും. നമ്മളെല്ലാം പഠിപ്പിച്ച മാഷന്മാരെ കോലോ പുകയൽ തണ്ട് പോലെ വയസ്സനും വയസ്സത്തിയായ മാഷന്മാരും ടീച്ചർമാരെ. ഇപ്പൊ 55ാമത്തെ വയസ്സിൽ പിരിയാൻ പോകുന്ന മാഷ നിങ്ങൾ നോക്കിയട്ടെ, എന്ത് സുന്ദരന്മാരാ, എന്ത് സുന്ദരികളാ. ഇതൊക്കെ നന്നാവുന്നു. പക്ഷെ ഇനി അടുത്ത ചോദ്യം, ഇതിന് തക്കതായി നമ്മുടെ നാട്ടിൽ സംസ്കാരം വളരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, സംസ്കാരം എന്ന് പറഞ്ഞാൽ സ്നേഹം വളരുന്നുണ്ടോ, കരുണ വളരുന്നുണ്ടോ, സഹാനുഭൂതി വളരുന്നുണ്ടോ, ദയ വളരുന്നുണ്ടോ, മര്യാദ വളരുന്നുണ്ടോ, ധാർമ്മികത വളരുന്നുണ്ടോ? അപ്പൊ എന്താ കുഴപ്പോ? ഒരു ഡോക്ടർ പണ്ട് പറഞ്ഞിരുന്നു, ഓപ്പറേഷനിൽ നന്നായി വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. ഓപ്പറേഷൻ വിജയിക്കുന്നു, പക്ഷെ രോഗി മരിച്ചു പോകുന്നു. ഞാൻ എന്താക്കാനാണ്? സ്കൂളെല്ലാം ഗംഭീരമാണ്, പക്ഷെ അതിന് തക്കതായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെ, തലമുറയെ എത്തിക്കാൻ കഴിയാത്തതെന്തേ? ഗൗരവതരമായി പരിശോധിക്കണം. അതിനുവേണ്ടിയാ നമ്മൾ മാഷന്മാരും പരിശോധിക്കണം, കുട്ടികളും പരിശോധിക്കണം, രക്ഷിതാക്കളും നാട്ടുകാരും മുനിസിപ്പാലിറ്റിക്കാരും എല്ലാവരും പരിശോധിക്കണം. ആ പരിശോധിക്കാൻ ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അറിവിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിൽ നമ്പർ 1 ആയിരുന്നു പണ്ട്. അത് നമ്മൾ പറഞ്ഞല്ല, വിദേശികൾ പറഞ്ഞു. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. പടിഞ്ഞാറുള്ളവര് കിഴക്ക് നിന്നുദിക്കുന്നു എന്ന് പറഞ്ഞാൽ കിഴക്കാരാ നമ്മളാ. അതിന്റെ കാരണം വേദങ്ങളും വേദാന്തവും ഉപനിഷത്തുകളും രാമായണവും മഹാഭാരതവും 18 പുരാണങ്ങളും ഒക്കെ എഴുതി വെച്ച നാടായത്. മഹാഭാരതം എന്ന് പറഞ്ഞ ഒറ്റ പുസ്തകം നോക്കിയാൽ മതി, 1,64,000 ശ്ലോകങ്ങളുണ്ട്. അതിലൊരു 25,000 കഥാപാത്രങ്ങളുണ്ട്. 25,000 ആളെ പേര് ഓർമ്മിച്ച് വെച്ചില്ലേ ഒരു വ്യാസൻ എന്ന് പറയുന്ന മനുഷ്യൻ? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഇവിടുത്തെ ഹെഡ് മാഷക്ക് ഇവിടുത്തെ എല്ലാ കുട്ടികളെയും പേരറിയോ മാഷെ? ഇല്ല. എത്ര കുട്ടികളുണ്ട് ഇവിടെ? 1400. 1400 കുട്ടികളെ പോട്ടെ, ഒരു ക്ലാസ്സിലെ ടീച്ചർക്ക് എല്ലാ കുട്ടികളും പേരും ഓർമ്മയില്ല. അന്നേരം 25,000 കഥാപാത്രങ്ങളുടെ പേര് ഓർമ്മിച്ച് വെച്ച ഒരു മനുഷ്യൻ. എന്തൊരു ബുദ്ധിയാണത്! അത്തരത്തിലുള്ള കൃതികളൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ടായി. അമേരിക്ക കണ്ടുപിടിച്ചാരാ? കൊളംബസ്. കൊളംബസ് എന്ന് പറയുന്ന ഒരാളാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കണ്ടുപിടിച്ചത്. എന്നാൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, നളന്ദ, തക്ഷശില സർവകലാശാലകളുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മരുന്നുണ്ടല്ലോ, ഇപ്പൊ ഇഞ്ചക്ഷൻ ഉണ്ട്, ഗുളികയുണ്ട്, കുപ്പി മരുന്നുണ്ട്, മരുന്നുണ്ട് അല്ലേ?
എന്നാ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട്, അന്ന് ലാബറട്ടറി ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, ടെസ്റ്റ് ട്യൂബ് ഇല്ല, പണലില്ല, സ്കാനിങ് മെഷീൻ ഇല്ല, ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഓരോ സാധനവും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് അതിന്റെ രുചിയും അമ്ല ഗുണമാണോ ക്ഷാര ഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, ഗുളിക എല്ലാം ഉണ്ടാക്കി വെച്ചത്. മനസ്സിലായോ? ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ആയുർവേദ മരുന്നെല്ലാം ഉണ്ടാക്കിയിട്ട് അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? എന്തൊരു ബുദ്ധിയാണ്! അതും പോട്ടെ. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് എപ്പോഴാണ് ആണ് പെണ്ണ് വേർതിരിയുക, കൈകാല് വളരുക, എപ്പോഴാ കണ്ണ്, എപ്പോഴാ മൂക്ക്, എപ്പോഴാ മുടി, എപ്പോഴാ നഖം എന്ന് കൃത്യമായിട്ട് ഇപ്പൊ സ്കാനിങ്ങിലൂടെ മനസ്സിലാവും. എന്നാൽ ഈ സ്കാനിങ് മെഷീൻ ഉണ്ടാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണത്തിൽ സമ്പാദ്യവാക്യം എന്ന് പറയുന്ന അധ്യായത്തിൽ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടി എപ്പോഴാണ് ആണ് പെണ്ണ് വേർതിരിയുക, എപ്പോഴാ കൈകാല് വളരുക, എപ്പോഴാ കണ്ണ്, മൂക്ക്, നാക്ക് വളരുക എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? അതാ അത്ഭുതം. ഇതൊക്കെയുള്ള നാടാ നമ്മുടെ രാജ്യം. പക്ഷേ നമ്മുടെ രാജ്യം, അമേരിക്കക്കാർ വലിയ പൈസക്കാര്, നമ്മൾ പാവം. പട്ടിണി റാങ്കിങ്ങിൽ നമ്മൾ 119ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഇക്കൊല്ലത്തെ പുതിയ റാങ്കിങ്ങിൽ. ഇതല്ല പോട്ടെ, ഈ സ്കൂളിന്റെ മുറ്റത്ത് നമ്മൾ ഇന്ത്യക്കാര് കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ നോക്കിയട്ടെ. ഉണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഈ കണ്ണടന്റെ ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. നോക്കൂ, എന്തേ ഇത്രയും വിവരം ഉണ്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒന്നുമില്ല ഇവിടെ, എല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്താ പറ്റിയെന്നറിയോ? അറിയണം. അതറിയാൻ വേണ്ടി ഞാൻ ഇനി കുറച്ച് ചോദ്യം ചോദിക്കുന്നത്. മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ബേജാറ് വേണ്ട. എന്റെ നിലപാട് മുമ്പിലിരിക്കുന്ന ആളോട് ചോദിക്കുക എന്നല്ല, ഉത്തരം അറിയുന്നവരോട് മാത്രം ചോദിക്കുക. ഇതിന്റെ ഉത്തരം കുട്ടികൾക്കും പറയാം, രക്ഷിതാക്കൾക്കും പറയാം. ഈ രക്ഷിതാക്കൾ കുട്ടികളെ വല്ലാണ്ട് ചീത്ത പറയും, പഠിക്കുന്നില്ല എന്ന്. എന്നാൽ രക്ഷിതാക്കളെ വിവരം, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുസ്തകം, ഒരു കിതാബ് വായിക്കാത്ത മാന്യൻ മഹാനും മഹതികളുമായിട്ട് ഇരിക്കുന്ന മഹാഭൂരിപക്ഷം, എന്നിട്ട് കുട്ടികളോട് പഠിക്കുന്നു പറയാം. എന്താ അധികാരം നിങ്ങൾക്ക്? എന്താ കുട്ടികൾ കൈയടിക്കുന്നുണ്ടാ? എന്താ ആ തകരാറാണ് നമ്മളെ കുട്ടികൾക്ക് പറ്റുന്നത്. അതിന്റെ കാര്യം ഞാൻ മനഃശാസ്ത്രപരമായിട്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാനിപ്പോ ചോദ്യം ചോദിക്കുക ഉത്തരം അറിയുന്നവരോട് മാത്രം. അപ്പൊ ഉത്തരം അറിയുന്നവർ എഴുന്നേറ്റ് നിന്നാൽ മതി, അവരോട് ചോദിക്കും കേട്ടാ. നമ്മള് ടീച്ചർമാർക്ക് ഒരു സൂക്കേടുണ്ട്. എന്താ? അറിയാത്തവരോട് ആദ്യം ചോദിക്കുക, അറിയുന്ന ആളോട് ലാസ്റ്റ് ചോദിക്കുക. അപ്പോ ഇത് ആദ്യം തന്നെ അറിയുന്ന ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്ക് ടെൻഷൻ വേണ്ടല്ലോ അല്ലേ? ഞാൻ അറിയുന്നവരോടേ ചോദിക്കും. അപ്പൊ ഒരു കണക്കാണ്, നമ്മള് ഒരു കണക്ക് ചെയ്ത് തുടങ്ങാൻ പോകും. എന്താ? ഒരു കണക്ക് ചെയ്യാം. റെഡിയാണോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഈ വണ്ടി 2 കിലോമീറ്റർ ഓടി അതിൽ 4 ആള് കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങി. ഇനി ആ ചോദ്യം ഒന്നും കൂടി പറയണ കണക്ക്. 2 കിലോമീറ്റർ ഓടിയപ്പോ 4 ആൾ കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങി. 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങി. ഇനി ആ ചോദ്യം ആരും ഉത്തരം പറയണ്ട, ഉത്തരം അറിയുന്നവരെ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ചോദിച്ചാലേ പറയാവൂ. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്ര? ഒരാൾ എണീറ്റ് 1 2 3 4 5 6. യെസ്, ഓക്കെ, മതി. ഇനി നിൽക്കണ്ട, കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ 10-15 ആൾ, ഒരു 15 ആൾ എഴുന്നേറ്റ് വന്നു. മോൾ ആദ്യം പറഞ്ഞോ എത്രയാ? 12. അവിടെയുള്ള നിങ്ങൾ പറഞ്ഞോ? അല്ല അവിടെ പറഞ്ഞോ? 28 പറഞ്ഞോ? 45 37. ഓക്കെ, പറഞ്ഞോ? 12 പറഞ്ഞോ? 34. ഓക്കെ, ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ.
അവരെല്ലാം പറഞ്ഞത് അവരുടെ സ്വന്തം വയസ്സാ. കാരണം നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നെന്ന് വിചാരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അപ്പൊ ആരാ ഡ്രൈവർ? അപ്പൊ ഉത്തരം പറഞ്ഞാൽ ഒരു കയ്യടി കൊടുക്ക്. ഓക്കെ, ഇവിടെ ഒരു 15 ആൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള 250 ആൾക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാ? 2 കാരണങ്ങൾ കൊണ്ടാ. ഈ 2 കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല, അല്ലേ? നമ്മുടെ പ്രശ്നം ഇതാ. നമ്മുടെ ഒരു ആലയിൽ നിന്ന് പശുവിനെ തുറന്നു വിട്ടാൽ ആ പശുവിന് എങ്ങോട്ടാ പോകേണ്ടെന്ന് ഒരു പിടിയുണ്ടാവില്ല. ഇന്ന് മമ്മദാജിന്റെ പറമ്പ് പോയിട്ട് പുല്ല് മേയണം എന്ന് തീരുമാനിച്ചിട്ട് ഒരു പശു പോവാറില്ല. അതങ്ങ് നടക്കും, ബാക്കി പശുക്കൾ പുറകെ നടക്കും. എവിടുന്നാ വന്നെന്നോ എങ്ങോട്ടാ പോകുന്നെന്നോ ഒന്നും ഒരു പിടിയില്ലാത്തവരാണ് മൃഗങ്ങൾ. നാം മനുഷ്യൻ അങ്ങനെയല്ല. എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. എന്റെ ജീവിതം ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് ഗിയർ പോണോ ബ്രേക്ക് ചവിട്ടണോ എന്ന് തീരുമാനിക്കാനുള്ള തന്റെ ഇടം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസം, അല്ലാതെ കുറെ പരീക്ഷയിൽ മാർക്ക് വാങ്ങാനല്ല. ഇതിപ്പോ എന്താ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം എന്താ? സ്വന്തമായിട്ട് എന്ത് വേണമെന്നോ സ്വന്തമായിട്ട് എന്ത് വേണ്ടെന്നോ തീരുമാനമൊന്നുമില്ല. ഓനെന്നാ തിന്നു, ഓക്കെ എനിക്കും വേണം, ഓക്കെ. ഓനെന്നാ ലേസ് തിന്നു, എനിക്കും വേണം ലേസ്. ഓൻ കീറിയ പാന്റ് ആടുന്നു, എനിക്കും വേണം കീറിയ പാന്റ്, അല്ലെ? ഓന്റെ മുടി വെള്ളരിക്കെത്തിയ പോലെ ഇങ്ങോട്ടാക്കുന്നു, എന്റെ മുടി അങ്ങോട്ടാക്കണോ? അല്ലാതെ എനിക്കെന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള തന്റെ ഇടമുള്ള കുട്ടികൾ ഇന്ന് കുറയാ. കുട്ടികൾ നിങ്ങൾ നോക്കൂ, ഭയങ്കര എനർജറ്റിക് ആണ്, നന്നായി പാട്ട് പാടും, നന്നായി കഥ പറയും, ഒക്കെ റെഡിയാണ്. പക്ഷേ സമൂഹത്തിലേക്ക് ഇടപെടുമ്പോഴേക്ക് അവർക്കൊന്നുമല്ല, അവർക്കൊന്നും സംഭാവന ചെയ്യാനില്ല, സമൂഹത്തോട് പ്രതികരിക്കാനില്ല. അവർക്ക് അവരുടെ ചങ്ക് ഗ്രൂപ്പുകൾ മാത്രമാണ്. അവർക്ക് പ്രകൃതിയായിട്ടോ ടൂറ് പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടല്ല ഞങ്ങൾ ടൂറ് പോകുന്ന വണ്ടിയുടെ സൈഡിലുള്ള പുഴകളും മലകളും കണ്ട് വയലുകളും പൂങ്കാവനങ്ങളും കണ്ടിട്ട് യാത്ര ചെയ്യുമായിരുന്നു. ഇപ്പൊ ടൂറ് പോകുമ്പോ ഒരു കുട്ടിക്കും പുറത്തെ ലോകം കാണണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലൂമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളല. ഇത് തുള്ളുകയെന്നല്ലാതെ എന്താ ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞാൽ അറിയാവോ? ഇല്ലുമിനാട്ടി എന്താന്ന് പറഞ്ഞാൽ 500 റുപ്യ ഇപ്പൊ ഞാൻ തരും. എന്താ ഇല്ലുമിനാട്ടി? പാട്ടുമാടി തുള്ളലില്ലേ? ഇവിടെ വന്ന് പറയണം ഇല്ലുമിനാട്ടി എന്താ. ഇവിടെ വന്ന് പറയണം. പാട്ടല്ല, ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാവോ? ഇല്ല. കുട്ടികൾ പാടുന്നതിന്റെ എന്തിനാണ് അർത്ഥം എന്ന് അച്ഛനും അമ്മയും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ആ പാട്ട് കേട്ടപ്പോ കുട്ടികളുടെ പ്രതികരണം കണ്ടോ? അതിന്റെ അടുത്ത വരി ശ്രദ്ധിച്ചോ നിങ്ങള്? ഒരു ഇബിലീസും ഒരു കലിയും ഒരു ചെകുത്താനും ഒരു രാക്ഷസനും ചെയ്യാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്യുമെന്നാണ് കുട്ടികൾ പാടുന്നത്. എന്താ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ചേട്ടാ, ഒരു രാക്ഷസനും കുടിച്ചിട്ടുണ്ടാവോ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിക്കാനുണ്ട? ചോര കൊണ്ട് ജ്യൂസ് അടിക്കോ? ഇല്ല. ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക സോഡാ സർബത്ത്. പിന്നെ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന് പഠിച്ചവന് 10ൽ 10 മാർക്ക്. എന്താ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച്? കത്തി എടുത്തിട്ട് വേറെ ആളെ പള്ളക്ക് കയറ്റിന്ന്, അല്ലേ? ഇതാ കുട്ടികളെ പാടുന്നത്. എന്ത് തോന്നിയാസാണത്? അത് കേട്ടിട്ട് കൂടെ തുള്ളാൻ കുറെ കൊച്ചാളന്മാര്, അമ്മമാരും അച്ഛന്മാരും. ഇത് കേട്ടിട്ട് എന്താ അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടില്ല. ആവേശ സിനിമയിൽ അടുത്ത വരി കേട്ടിട്ടുണ്ടോ? എന്താ? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം, തനി നിറമെടുത്തണിയണമെന്റെ കാട്ടുതോന്യാസം. ഈ പാട്ട് എന്താ ഇതിന്റെ അർത്ഥം എന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ആരോ പാടുന്നു, ആരോ പടച്ചു വിടുന്നു. ഈ സിനിമ ഉണ്ടാക്കുന്ന ന്യൂജൻ സിനിമ നിർമ്മാതാക്കളിലെ അസൽ മയക്കുമരുന്നിന് അടിമകളാണ്. മഹാഭൂരിപക്ഷവും വെള്ളടിച്ച് തിഴയുന്നവരാണ്, തോന്യാസം ചെയ്യുന്നവരാണ്. ഒരു നന്മയും ഒരു സന്ദേശവും സമൂഹത്തിന് കൊടുക്കാതെ ഈ കുട്ടികളുടെ ഈ ഒരു എനർജിയെ ഉപയോഗപ്പെടുത്തി പൈസ വാരാൻ വേണ്ടി ഉണ്ടാക്കുന്ന തട്ടിപ്പുകളാണ് ഈ ഇത്തരം സിനിമകളിൽ ഉണ്ടാവുന്നത്. ആ സിനിമകൾ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ തുള്ളുന്നോ, നമ്മുടെ കുട്ടികൾ ആടുന്നോ പാടുന്നോ, നന്മയുടെ ഒരു സന്ദേശവും കൊടുക്കുന്നില്ല. അതാ വീട്ടിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവരെ കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിലെത്തിയാലോ കുട്ടികൾ എന്താ കാണുന്നത്? കുട്ടികൾ കാണുന്നത് സീരിയലുകളിൽ കാണുന്ന വീട്ടുകാർ, പെണ്ണുങ്ങൾ
സീരിയൽ എന്താ? ഗർഭം അലസിപ്പിക്കൽ. ഒരു സീരിയലിൽ വന്നിട്ടുണ്ട്, മറ്റേ ചാനലിൽ ഗർഭം അലസിപ്പിക്കൽ. ഒരുത്തൻ ചായയിൽ വിഷം കൊടുത്തു കൊല്ലുന്നുണ്ടെങ്കിൽ മറ്റേ ചാനലിലും ചായയിൽ വിഷം കൊടുത്തു കൊല്ലും. ഇത്തരത്തിലുള്ള വൃത്തികേടാണ് സീരിയൽ. അവൻ കണ്ടിങ്ങനെ ഇരിക്കുക. കുട്ടികൾ അത് കാണും, റോഡിൽ ഇറങ്ങിയ സിനിമ പാട്ട് കേൾക്കും. എന്നിട്ട് കുട്ടികളെല്ലാം ഭക്ഷണന്മാരായി പോകുന്നു. നമ്മളെ വാട്സപ്പ് മാമന്മാരുടെ കുറ്റപ്പെടുത്തലും. എങ്ങനെ നന്നാവും? എങ്ങനെ നന്നാവും? അവർക്ക് നല്ലത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെല്ലാം ജനിക്കുമ്പോ ഏതെങ്കിലും കുട്ടി തോന്നിയാസിയായിരുന്നോ? ഇബിലീസോ കലിയോ ചെകുത്താനായിട്ട് ജനിച്ചോ? ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വരിയുണ്ട്, നിങ്ങൾ കേൾക്കണത്. എല്ലാ കുട്ടിയും ജനിക്കുന്നത് മനോജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. കൃഷ്ണനായി അവതരിച്ച ഭഗവാനാവട്ടെ, കർത്താവിന്റെ പുത്രനായ യേശുദേവനാവട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാവട്ടെ, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഉണ്ണിക്കണ്ണനായിട്ടോ ഉണ്ണി യേശുവായിട്ടോ മുത്തുനബിയായിട്ടോ ആണ്. അത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭീകരവാദി ഇപ്പോ ബംഗളൂരു ജയിലിൽ കിടക്കുന്ന തടിയന്റെ അവിടെ നസീറായാലും ഗോവിന്ദച്ചാമിയായാലും മെൽഞ്ഞോന്റെ അടുത്ത മജീദായാലും എല്ലാം ജനിക്കുമ്പോ നല്ല കുഞ്ഞിമോനായിരുന്നു. അവരെല്ലാം ദുഷ്ടന്മാരും വൃത്തികെട്ടുവരുമായി മാറിയതിന് ഉത്തരവാദി അവരല്ല. രക്ഷിതാക്കളെ, അധ്യാപകരെ, സാമൂഹ്യ നേതാക്കളെ, നമ്മളാണ് ഈ പൊന്നുപോലത്തെ ദൈവത്തിന്റെ സന്തതികളെ ഇബിലീസിന്റെ ചെകുത്താന്റെ സന്തതികളാക്കി മാറ്റിയത്. നമ്മക്ക് ഇടപെടാൻ പറ്റാഞ്ഞിട്ടാണ്. അതുകൊണ്ട് പഠിക്കേണ്ടത് കുട്ടികളല്ല, പഠിക്കേണ്ടത് രക്ഷിതാക്കളാണ്, പഠിക്കേണ്ടത് അധ്യാപകരാണ്. പാഠം പഠിപ്പിക്കുന്നത് മാത്രം കൊണ്ടൊരു കുട്ടിയും നന്നാവുന്നില്ല. പാഠപുസ്തകം എന്ന് പറയുന്നത് ഈ മനുഷ്യത്വത്തിന്റെ ലോകത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ്. അതുകൊണ്ട് പാഠം പഠിച്ചാൽ പോരാ. അതുകൊണ്ട് ഓരോ കുട്ടിയും എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ബോധ്യത്തിൽ വളരണം. ആ കുട്ടിക്ക് തോന്നണം എന്റെ വണ്ടി ഏതിലെ പോണം എന്ന് തോന്നണം. അത്തരത്തിൽ ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള കുട്ടികൾക്കൊന്നും മഹാഭൂരിപക്ഷത്തിനും രക്ഷിതാക്കൾക്ക് ഉത്തരം കിട്ടാഞ്ഞത്, അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഉത്തരം കിട്ടാഞ്ഞത്? നമ്മൾ സ്കൂളിലുള്ള പഠന സമ്പ്രദായമില്ലേ, അത് ഈ സ്കൂളിന്റെ മാത്രം കുഴപ്പമല്ല, മൊത്തത്തിലുള്ള അബദ്ധം. എന്താ പഠന സമ്പ്രദായം? ചോദ്യം ചോദിക്കുക, ഉത്തരം, ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക, അല്ലെ? നമ്മൾ എന്താ ചെയ്യുന്നത്? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണ്. ചോദ്യം വായിക്കുക, ഉത്തരം പഠിക്കുക എന്നത് തെറ്റാ. അത് മാറ്റിക്കൊള്ളണം. പിന്നെ എന്താ പഠിക്കണ്ടേ? ചോദ്യം പഠിക്കണം. ഞാൻ നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നാന്ന് വിചാരിക്കുന്ന ആദ്യം പറഞ്ഞിട്ടില്ലേ? അതൊരു ചോദ്യത്തിന്റെ ഭാഗമല്ലേ? അത് പഠിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഉത്തരം കിട്ടൂലേ? ചോദ്യം ചോദിക്കുന്ന, ചോദ്യം പഠിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ. ലോകം വളർന്നത് ചോദ്യങ്ങളിലൂടെയാണ്. ചോദ്യമില്ലാതെ ഉത്തരമുണ്ടാവില്ല. ചോദ്യം ഒരു വരനാൻ, ഉത്തരം വധുവാൻ. ഒരു വധുവിനെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് ചോദ്യമാകുന്ന വരൻ പോയിട്ട് ഉത്തരത്തെ കൂട്ടിക്കൊണ്ടുവരണം. ചോദ്യമാണ് പ്രധാനം. ചോദ്യം ചോദിക്കുന്ന, ചോദ്യം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടല്ലേ ചോദിക്കണ്ടേ, അല്ലേ? അറിവുള്ളത് മാഷക്കാണോ കുട്ടിയക്കാണോ? കുട്ടിയക്കാ? അറിവുള്ളവർക്കാ? മാഷക്ക്. ഇല്ലാത്തതോ? കുട്ടിയക്ക്. അപ്പോ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? ചോദ്യം ചോദിക്കേണ്ട ആരാ? കുട്ടികള്. ഉത്തരം പറയേണ്ട ആരാ? മാഷ്. പക്ഷെ ഇപ്പാരാ ചോദ്യം ചോദിക്കല്? ഉത്തരം പറയേണ്ട ആരാ? ഉത്തരം അറിയുന്നു. പിന്നെ നിങ്ങൾ സ്കൂളിൽ വരുവാ? പിന്നെ ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നത്? മോളിങ് വാ, മോളിങ് വാ, മോളിങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട് വാ. എന്താ മോളെ പേര്? ജസ. ജസ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് പ്രസംഗം, അതുകൊണ്ടാണ് ജസേനെ വിളിച്ചത്. ഓ അങ്ങ വകയില് നന്നായി ശ്രദ്ധിച്ച വകയില് എന്റെ ഫോൺ ഞാൻ ജസക്ക് കൊടുത്തു. എന്റെ ഫോൺ ജസക്ക് കൊടുത്തു. ജസ നിങ്ങൾ നോക്കിയാട്ടെ. നിങ്ങളെ നോക്കുക, എന്നെ നോക്കുക, അല്ലെ? നിങ്ങളെ നോക്കുക, എന്നെ നോക്കുക. ആ ഫോൺ ഏത് കമ്പനിയാ? നോക്കിയാ 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 ഞാൻ കൊടുത്തോണ്ട് ജസ ആ ഫോൺ വാങ്ങി. ഇപ്പൊ എന്തിനാ അവള് കൈ പിടിക്കുന്ന? ഞാൻ ചോദിച്ചാ തിരിച്ചു തരാനല്ലേ? എന്നാ തിരിച്ചു തന്നേ. ഈ തിരിച്ചു തന്നു.
ഇപ്പൊ ജസയുടെ കയ്യിൽ ഫോൺ ഉണ്ടാ? നിങ്ങൾ വിചാരിക്കുന്നില്ല ഇയാൾ എന്നടാ ഒരു പൊട്ടം കളി കളിക്കുന്നു? ഇതാ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം. മാഷന്മാർ കുറെ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികൾ വാങ്ങും. എന്തിനാവോ ഏതിനാവോ വാങ്ങി. എന്തിനാ വാങ്ങിയേ? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. ഞാൻ ചോദിച്ചു, ജസ എനിക്ക് ഫോൺ തിരിച്ചു തന്നു. ഇപ്പൊ ജസയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? അതുപോലെ മാഷ് തന്ന ഉത്തരം പരീക്ഷക്ക് മാഷ് ചോദിച്ചു, നിങ്ങൾ ഉത്തര പേപ്പറിൽ തിരിച്ചു തന്നു. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടോ? 8 കഴിഞ്ഞ് 9 എത്തുമ്പോ 8 ഒന്നുമില്ല, 7 കഴിഞ്ഞ് 8 ചേരുമ്പോ 7 ഒന്നുമില്ല, 10 കഴിഞ്ഞ് +1 ചേരുമ്പോ 10 ഒന്നുമില്ല. എന്ത് പൊട്ടത്തരായി കളിക്കുന്നേ? നല്ലൊരു പ്രായത്തില് 10 കൊല്ലം സ്കൂളിൽ എത്തിയിട്ട് പരീക്ഷക്ക് കൊടുത്ത് തിരിച്ചു കൊടുത്താൽ ഒന്നുമില്ലാതെ തിരിച്ചൊരു കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ അധ്യാപകരും ആ രക്ഷിതാക്കളും കുറ്റവാളികളാണ്. വെറുതെ പരീക്ഷക്ക് വേണ്ടി പഠിക്കരുത്. പഠനം പരീക്ഷക്ക് വേണ്ടിയിട്ടുള്ള സൂത്രപ്പണിയല്ല. ആ കാര്യം മനസ്സിലാക്കണം കേട്ടോ ജസ. ഓക്കെ, ചോദ്യം ചോദിക്കണം കേട്ടോ. ഓക്കെ, ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. എന്താണത്? എന്താണത്? ഉമ്മാന്റെ മടിയിൽ ഇരുന്നിട്ട് റംസാൻ മാസത്തിന്റെ പിറകെ നോക്കി നിൽക്കുക ഉമ്മ. റംസാൻ ഇപ്പൊ കഴിയും, പെരുന്നാൾ ഉണ്ടോ നാളെന്ന് അറിയാൻ വേണ്ടി പടിഞ്ഞാറൻ ചക്രവാളത്തില് 29, 28 ദിവസമായിട്ട് ഇങ്ങനെ നാളെ പെരുന്നാൾ ഉണ്ടോ നോക്കി ഇരിക്കുമ്പോ കുട്ടി മടിയിൽ ഇരുന്നിട്ട് ഉമ്മ എന്താ ആ നാടുന്ന് ഇന്ന് നാടുന്ന് ആടുന്ന ഉമ്മ എന്തുന്നാടുന്ന് വയലയോ? നോക്കുമ്പോ കുട്ടി നോക്കുമ്പോ വാഴയില. നിങ്ങൾ ആടുന്നാട് ആന തല കുലുക്കും പോലെ. പാതായിക്കരക്കുണ്ടോ എന്ന് ചോദിച്ചാ ആന ഇങ്ങനെയാക്കൂലേ? കേട്ടിട്ടുണ്ടോ കഥ? ആ കഥ കേട്ടാരക്കുണ്ടോ? ഇത് പാതായിക്കരയല്ലേ? ഈ കഥ ഇതുവരെ മാഷന്മാർ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലേ? എന്റെ നാട്ടിലെ എല്ലാ കുട്ടിയൊക്കെ അറിയാം. പാതായിക്കരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്പൂതിരി പണ്ട് ആനേന വേലിച്ചെറിഞ്ഞു കളഞ്ഞ ഒരു കഥയുണ്ട് ഐതിഹ്യമാലയിൽ. അതുകൊണ്ട് ആനകള് പാതായിക്കരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആന ഇല്ല, അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയാട്ടും. ഇന്നൊരു കഥയുണ്ട് കേട്ടോ. നിങ്ങൾ ഐതിഹ്യമാല വായിക്കണം. അത് പാതായിക്കര എന്ന് പറഞ്ഞ നാടിന് ഞാൻ എന്റെ മാനേജർ വിളിച്ചപ്പോ, സുനിൽ സാർ വിളിച്ചപ്പോ ആദ്യം ചോദിച്ചത് പാതായിക്കരക്കുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥലമല്ലേ എന്നാണ്. നിങ്ങൾക്കറിയില്ല അതിനെ പറ്റി. നമ്മുടെ നാടിനെ പറ്റി അറിയണ്ടേ? നമ്മുടെ കാലത്തെ പറ്റി അറിയണ്ടേ? അതാണ്. ഓക്കെ, അപ്പൊ ആന തല കുലിക്കും പോലെ വാഴയിൽ ഇങ്ങനെ ആടുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക താളത്തിൽ ആടുന്നു. അപ്പൊ കുട്ടി ചോദിച്ചു, ഉമ്മ ആന്താ അങ്ങനെ ആടുന്ന? അപ്പൊ എന്താ ഉമ്മ പറയാ? ഉമ്മ പറഞ്ഞു കൊടുത്തത് ആർന്ന് ആടിക്കോട്ടെ ബലാലെ, എനിക്കെന്താ തീർന്ന്. എന്നാൽ നല്ല ഉമ്മയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ആകാശത്ത് വാളൻപുളിന്റെ ഷേപ്പിൽ ചന്ദ്രക്കല പൊങ്ങുന്നുണ്ടോ? വാളൻപുളി ഇങ്ങനെ വളഞ്ഞ പുളിന്റെ ഷേപ്പിലല്ലേ ചന്ദ്രക്കല ഉണ്ടാവുക. അപ്പൊ ഉമ്മ പാടിക്കൊടുക്കുക, വാളൻപുളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം തക്ബീറിന്റെ താളമാണ് മോനെ എന്ന് പാടിക്കൊടുക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ ആ കുട്ടി മനുഷ്യപ്പറ്റുള്ള കുട്ടിയാവും, അവൻ പടച്ചോന്റെ കുട്ടിയാവും. വേറൊരു കുട്ടി അമ്മേനെയും കൂട്ടിയിട്ട് പുഴക്കരക്ക് പോയി. അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു. ആ കുട്ടി ഓടക്കൊള്ളിൽ വായിക്കുന്ന കുട്ടിയാ. ആ ഓടക്കൊള്ളിൽ എടുത്തിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടും നേരം. പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തിക്കളഞ്ഞു. അപ്പോ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയേ? അപ്പൊ ഇവനൊരു ചോദ്യം ചോദിച്ചു, അമ്മേ ഈ യമുനാ നദിയുടെ ഓളങ്ങളില്ലേ കരയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ വന്ന ഓളൊന്നും തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. അതെടിയാ പോകുന്നത്? ഓളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ കരയിലേക്ക്, ഒന്നും തിരിച്ചു പോകുന്നില്ല, അതെന്താ അത് എന്ന് ചോദിച്ചു. നിങ്ങളാണെങ്കിൽ എന്താ പറയാ? ചെക്കനെന്ത് പൊട്ടത്തരാ പറയുന്നു? ഓളം തിരിച്ചു പോകുന്നില്ല, എനിക്ക് പറ, പഠിക്കാനും ഇല്ലടാ, തീർന്നു. അവന്റെ ചോദ്യത്തിന്റെ തെഴുപ്പടർത്തി. എന്നാൽ ആ അമ്മ പറഞ്ഞു കൊടുത്തു, അത് നിന്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാഞ്ഞിട്ടാണ് കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ
താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത ഒരമ്മ. ആ അമ്മയാണ് ഈ കണ്ണന്റെ യശസ് കൊടുത്തവൾ. യശസ് കൊടുത്തവൾ എന്നതിന് സംസ്കൃതത്തിൽ പറയാ യശോദ എന്നാണ്. കണ്ണനെ വളർത്തിയ യശോദക്ക് യശോദ എന്ന് പേര് പറഞ്ഞത് ഈ കണ്ണന് സർഗാത്മകതയുള്ള യശസ് കൊടുത്തത് ഈ യശോദയാണ്. ചോദ്യം ചോദിക്കുന്ന മക്കളും അതിന് സർഗാത്മകമായ മറുപടി പറയുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ, ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസമാകും. കാരണം ചോദ്യം ചോദിക്കുമ്പോ ആ കുട്ടിയുടെ തലച്ചോറിൽ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഉത്തരം പഠിക്കുമ്പോ തലച്ചോറ് ചുരുങ്ങി ചുരുങ്ങി പോവുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികളും മടുക്കുക. പഠിച്ചിട്ട് തീരുന്നില്ല. മനസ്സ് ചുരുങ്ങുമ്പോ പഠിക്കുമ്പോ. എന്നാൽ മനസ്സ് വിടരണമെങ്കിൽ, ഉത്തരത്തിൽ കയറി വരാൻ സ്പേസ് കിട്ടണമെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോ, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങുമ്പോ കൈ വിടരുന്നില്ലേ? തന്നേക്കൊന്ന് പറയുന്നില്ലേ? കൈ ഇങ്ങനെ നീട്ടുന്നില്ലേ? അതുപോലെ ചോദ്യം ചോദിക്കുമ്പോ മനസ്സ് പുഷ്പിക്കും, മനസ്സ് വിടരും. ആ വിടർന്ന ഒരു ഫയല് തുറക്കപ്പെടും. ഒരു റൂം പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു അറ വേണ്ടേ, ഒരു റൂം വേണ്ടേ? അതുപോലെ മനസ്സിൽ ഉത്തരത്തെ കൊണ്ടത് കിടത്താൻ ഒരു സ്പേസ് തുറക്കും. ഈ സ്പേസ് നിറയുന്നത് വരെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം ചോദിച്ചാലില്ലേ ഉത്തരം അന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സെപ്പോഴും സെർച്ച് ചെയ്യും. എപ്പോഴെങ്കിലും ഉത്തരം കിട്ടണം. ചോദ്യമാണ് പ്രധാനം. കാരണം ഈ സ്പേസ് ശൂന്യമായി കിടക്കുമ്പോ, ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ കരുത്തറിയാമോ? ശൂന്യതയുടെ കരുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു സിറിഞ്ചില്ലേ, ആ സിറിഞ്ചില് ബേക്കുന്ന പിസ്റ്റം വലിക്കുമ്പോ കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്ന എങ്ങനെയാ? പിസ്റ്റം വലിക്കുമ്പോ അവിടെ വാക്വം ഉണ്ടാകും, ശൂന്യതയുണ്ടാകും. ആ വാക്വത്തിൽ നിന്നാണ് മരുന്ന് മേലോട്ട് കയറുന്നത്. ചോദ്യം ചോദിക്കുമ്പോ മനസ്സിലൊരു വാക്വം ഉണ്ടാകും. വാക്വത്തിന്റെ കരുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസ് എന്റെ കയ്യിൽ നിൽക്കുന്നില്ലേ? ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ നിൽക്കുന്നില്ലേ? എന്നാ എന്റെ കയ്യിൽ കമഴ്ത്തി വെച്ചാൽ നിൽക്കുവോ? മറിഞ്ഞു പോയില്ലേ? മറിഞ്ഞു പോകുന്നില്ലല്ലോ. വെള്ളം മറിഞ്ഞു പോകുന്നില്ലല്ലോ. ഇങ്ങനെ പിടിച്ചാൽ വീഴുന്നില്ലല്ലോ. എന്താ വീഴാത്തെ? എന്താണ് ഈ ഗ്ലാസ്സിലെ വെള്ളം വീഴാത്ത? ടൈറ്റായി നിന്നു. എന്തുകൊണ്ടാണ്? ഞാനൊന്നും, ഇവര് കൊണ്ടെത്തുന്ന ഗ്ലാസാ, ഇവര് ഒഴിച്ച വെള്ളം, ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്യാതെ ഈ ഗ്ലാസ്സിലെ വെള്ളം എങ്ങനെ എന്റെ കയ്യിൽ ഹിന്ദി അക്ഷരം പോലെ ഇങ്ങനെ ഞാൻ നിൽക്കുന്ന എങ്ങനെയാ? ഹിന്ദി അക്ഷരം എങ്ങനെയല്ലേ? ആലുമലാറിയിട്ട പോലെ അല്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത് മാജിക് അല്ല, ഇതൊരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് സ്റ്റീലിന്റെ ഗ്ലാസ് വായി അമർത്തിയിട്ട് ഉള്ളിലേക്ക് വലിച്ചാൽ ടൈറ്റ് ആവില്ലേ? അത് തന്നെ. പിടികിട്ടിയോ? ഞാനിങ്ങനെ കൈ അമർത്തി 4 ഭാഗം അമർത്തി എന്റെ 2 വിരല് താഴോട്ട് അമർത്തുമ്പോ ഉണ്ടല്ലോ, ഉള്ളം കൈ മേലോട്ട് വരും. ഉള്ളം കൈ മേലോട്ട് വരുമ്പോ അവിടെ ചെറിയ ന്യൂനമർദ്ദം, വാക്വം ഉണ്ടാവും. ആ വാക്വത്തിന്റെ കരുത്തില് പുറത്തുള്ള അന്തരീക്ഷ മർദ്ദം കൊണ്ട് ഇത് ടൈറ്റായി നിൽക്കുന്ന. മനസ്സിലായോ? ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാം. ഇത് വിശ്വസിക്കാത്ത ആൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എന്റെ കയ്യിലെ വെള്ളം എല്ലാം ഒപ്പി. ഇപ്പൊ എന്റെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, ഇല്ല. ഞാൻ കൈകൾ ചേർത്ത് പിടിച്ചു. എന്നിട്ട് നടുമാത്രം ഒന്നിക്കുമ്പോ ഒരൊച്ച കേട്ടോ? ഞാൻ വായ കൊണ്ടാക്കില്ലല്ല, അത് ഈ വാക്വത്തിലേക്ക് വായു തള്ളിക്കയറുന്ന ശബ്ദമാണ്. മനസ്സിലായോ? അതാണ്. നിങ്ങളും പരിശീലിച്ചാൽ കഴിയുന്നത്. ഈ വാക്വം പുറത്തുള്ളതാണ്, പക്ഷേ അകത്തുള്ള വാക്വം, മക്കളെ, ഇതിനുള്ളിൽ ഈ വാക്വം ഉണ്ടാവണം. അപ്പൊ ഉത്തരം, അറിവ് ഇങ്ങനെ വെട്ടിച്ച് കയറുള്ളിലേക്ക്. അതിനുണ്ടാകുന്ന കാര്യം ചോദ്യമാണ്. എന്താണ്, എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധം, ഉത്തരം മാത്രം പഠിക്കുന്ന വിഡ്ഢികൾ, ചോദ്യം ചോദിക്കാത്ത വിഡ്ഢികൾ. മനസ്സിലായോ? ചോദ്യം ചോദിക്കുക, എന്താണത്, എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുക. ഇപ്പോ ഈ ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന എങ്ങനെയാ? അതെന്താ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ? പണ്ട് എന്റെ വീട്ടിൽ റേഡിയോ വാങ്ങി, ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അതില് പാട്ട് വരുന്നു. അതിന്റെ ഉള്ളിൽ യേശുദാസ് ഉണ്ടാ, എസ് ജാനകി ഉണ്ടാ. ഏഴിലം പാല പൊത്തു പൂമരങ്ങൾ ഉടനിവർത്തു വേലിമലയിൽ എന്ന് ആണുങ്ങൾ പാടുമ്പോ
അതിൻ്റെ ഉള്ളിൽ വേറെ പെണ്ണുങ്ങൾ ഏലേലം പാടി വരും കുയിലിണകൾ കുരവയിട്ടു വെള്ളിമലയിൽ വേളിമലയിൽ. അടാ, ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. അതിൽ അവസാനം നമുക്കിത് അറിയണം. ഒരു ദിവസം റേഡിയോ മേലെ നിന്ന് താഴെ വീണ്ടും പാടുന്നില്ല. പാടാത്തേരോ റേഡിയോ നന്നാക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു. ഞങ്ങൾ ബോൾ കളിക്കുന്നതിന്റെ ഇടയിലാണ് വീട്ടിൽ റേഡിയോ നന്നാക്കാൻ ആള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങളുണ്ടല്ലോ വന്ദേ ഭാരത് എക്സ്പ്രസിനേക്കാൾ വേഗതയിലാ ഓടി വന്ന് എന്തിന് ഈ റേഡിയോന്റെ ഉള്ളിലുള്ള യേശുദാസിനെയും ജാനകിനെയും കാണാൻ. റേഡിയോ തുറന്നു നോക്കിയാൽ യേശുദാസും ഇല്ല ജാനകിയും ഇല്ല എന്ന് മനസ്സിലായേ. ഇനി എങ്ങനെ ഈ പാട്ട് വരുന്നത്? അപ്പൊ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ ഫിസിക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. കാരണം ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇതിൽ പിടിച്ചെടുത്തിട്ട് അതിന് ബോക്സിലേക്ക് എത്തിക്കുന്നത്, പച്ചകൂട്ടുന്ന ആംപ്ലിഫയറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള താല്പര്യത്തിൽ നിന്ന് ഞാൻ സയൻസ് പഠിക്കാൻ തുടങ്ങിയ. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കണം. എന്താണത്, എങ്ങനെയാണത്? അതുണ്ടാക്കണമെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കും. നിങ്ങളുടെ വീടിന്റെ വ്യാകരണം, നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം കുട്ടികളെ വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങളുടെ ശീലങ്ങളൊന്നും കുട്ടികൾക്ക് വേണ്ടിയില്ല. ഭക്ഷണം പണ്ട് നമ്മളെല്ലാം ചെറുപ്പത്തില് വീട്ടിൽ അപ്പോപ്പനും അമ്മൂമ്മയ്ക്കും എന്താണോ ഭക്ഷണം അതെല്ലാരും കഴിച്ചോളണം. അപ്പൊ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എല്ലാരും ഭക്ഷണം കഴിക്കും. ഇപ്പൊ നേരെ തിരിച്ചിട്ട് കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാരും കഴിക്കുക. ശിശു കേന്ദ്രീകൃതമാ വീട് അല്ലേ? പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തില് അമ്മിയും അരകല്ലും ഉണ്ടായിരുന്നു. അമ്മി അനങ്ങാണ്ട് നിൽക്കും, അമ്മി കുട്ടിയോണ്ടരക്കല് അല്ലേ? എന്നാൽ ഇപ്പൊ ശിശു കേന്ദ്രീകൃതമായി നോക്കിയാട്ടെ, ഗ്രൈൻഡർ നോക്കിയാട്ടെ, അമ്മിക്കുട്ടികൾ അടുക്കാടെ നിൽക്കും, അമ്മിക്ക് വേണം കരഞ്ഞോടുക അല്ലെ? അമ്മിക്കുട്ടി നടുക്ക് ചെരിഞ്ഞാട് നിൽക്കുക, അമ്മി അതിന്റെ ചുറ്റുവട്ടാരി. അതുകൊണ്ട് കുട്ടികളുടെ ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ എല്ലാവരും ടേസ്റ്റ്. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളോ? ശീലങ്ങൾ പണ്ടത്തെ ഒന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ അടിസ്ഥാനപരമായി മാറാൻ ഉള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഇന്ന് നിങ്ങളുടെ കുട്ടികളും നിങ്ങളും കണി കണ്ടത് നാളെ കണി കാണരുത്. എന്താണോ ഇന്ന് കണി കണ്ടത്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കൂല, പക്ഷേ അതാണ് സത്യം. നിങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും ഇന്ന് കണി കണ്ടതെന്ന് ഞാൻ പറയട്ടെ. ക്ലോസറ്റ് നേരെ പോയത് കക്കൂസില, ക്ലോസറ്റാ കണി കണ്ടത്. അന്ന് നാറും നിങ്ങൾ കണി കാണേണ്ടത് 3 പ്രാക്കളെ കണി കാണും. അത് തീർന്ന ഇപ്പൊ പ്രാവിനെ കിട്ടുക? അരിപ്രാവും ആടപ്രാവിനെല്ലാം കൊണ്ട് വെക്കാൻ പറ്റുമോ? 3 പ്രാക്കളെ ഞാൻ പറഞ്ഞുതരാം. 1 പ്രഭാതം, 2 പ്രകാശം, 3 പ്രകൃതി. അതാണ് 3 പ്രാക്കൾ. മനസ്സിലായോ? അത് കാണണമെങ്കിൽ എന്ത് വേണം? വാതിൽ തുറക്കണം. മുന്നിലത്തെ വാതിൽ തുറക്കണം. വാതിൽ തുറക്കേണ്ട എപ്പോഴാ? നല്ല വെളിച്ചം വരുന്നതിന് മുമ്പ് വാതിൽ തുറക്കണം. വെളിച്ചം നല്ലോണം വന്നിട്ട് വാതിൽ തുറക്കരുത്. ചെറിയ വെളിച്ചം ഉദിച്ചു വരുമ്പം വാതിൽ തുറക്കുക. എന്നിട്ട് മുറ്റത്തേക്കോ വരാന്തയിലേക്ക് ഇറങ്ങുക. കുട്ടികൾ മാത്രം ഇറങ്ങിയാൽ പോരാ, അച്ഛൻ ഇറങ്ങണം, അമ്മ ഇറങ്ങണം, ഉപ്പ ഇറങ്ങണം, ഉമ്മ ഇറങ്ങണം. മനസ്സിലായോ? എല്ലാരും ഇറങ്ങുക. എല്ലാരും ഇറങ്ങിയിട്ട് രക്ഷിതാക്കള് നേരെ വാതിലും തുറന്നിട്ട് പിന്നെ ഒരു പരിപാടിയുണ്ട്. ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കാൻ പോകും. ഇസ്രായേലിലെ പട്ടാളക്കാർക്ക് ഇപ്പൊ ഒരു പരിപാടി എന്താ പറയുക? രാവിലെ എണീറ്റ് പല്ല് വരെ തേക്കാണ്ട് 3 മിസൈലിന് തീ കൊടുക്കും. ഗാസയിലേക്ക്, സുഡാനിലേക്ക് മിസൈലാക്കല അവരെ പ്രധാന പണി. എന്നിട്ട് അവര് പല്ല് വരെ തേക്കും പോലും. അത് ശീലായി പോയി. നമ്മുടെ അമ്മമാരെന്താ ചെയ്യുന്ന? രാവിലെ എണീറ്റാൽ നേരെ അടുക്കള പോയിട്ട് ടിക്ക് ടിക്ക് ടിക്ക്. ഗ്യാസിന് 3 അടുപ്പുണ്ടാവില്ലേ? 3 അടുപ്പ് തീ കൊടുക്കും. എന്തിനാ അടുപ്പ് തീക്കുന്ന? ഭക്ഷണം വെക്കാൻ. എന്തിനാ ഭക്ഷണം? മക്കൾക്ക് കൊടുക്കാൻ. മക്കൾക്ക് എന്താ ഭക്ഷണം കൊണ്ട്? മനസ്സിനാണോ ശരീരത്തിനാണോ ഭക്ഷണം? ഭക്ഷണം മനസ്സിനാണോ ശരീരത്തിനാണോ? ശരീരത്തിന്. ഈ ശരീരത്തെ പോറ്റിയോണ്ട് മനുഷ്യന്മാരെ പോറ്റുന്നാണോ ആടിനെ പോറ്റുന്നാണോ ലാഭം? ആടിനെ പോറ്റി ഇറച്ചി വിറ്റൂടെ? നിങ്ങൾ ഇറച്ചി വിൽക്കാൻ പറ്റുമോ? പശുവിനെ പോറ്റിയാ കറന്ന് വിറ്റൂടെ? നിങ്ങളെ കറന്ന് വിൽക്കാൻ പറ്റുമോ? കോഴിനെ പോറ്റി ഇറച്ചി വിറ്റൂടെ? എന്നാൽ നിങ്ങളെ ഇറച്ചി വിൽക്കാൻ പറ്റൂലല്ലോ. മോനെ, ക്രിസ്മസ് വരാൻ പോവാ, ഇറച്ചിക്ക് ഭയങ്കര വില കൂടൂ, അതുകൊണ്ട് നീ നല്ലോണം തിന്നോ, എന്നിട്ട് ചന്തിമൊന്നില്ലേ ചരിഞ്ഞിട്ട് കരി വെക്കാലോ? പറ്റുമോ? ഇല്ല. നമ്മുടെ മക്കളുടെ ശരീരത്തെ വളർത്തിയത് കൊണ്ട് ഒരു നോട്ടവും ഇല്ല. അതുകൊണ്ട് ശരീരം വളരണം. പക്ഷെ അത് വളർത്തൽ മാത്രമല്ല രക്ഷിതാവിന്റെ ജോലി. രക്ഷിതാവിന്റെ ജോലി തിന്നാൻ കൊടുക്കുക, കിടന്നുറങ്ങാൻ കട്ടിലും വീടും കൊടുക്കുക,
ഉടുക്കാൻ വസ്ത്രം കൊടുക്കുക, ഈ പണി മാത്രം ചെയ്താൽ ഒരു രക്ഷിതാവാകുന്നില്ല. അവന്റെ മനസ്സിനെന്താ കൊടുത്തേ? അവന്റെ ഹൃദയത്തിന് എന്താ കൊടുത്തേ? അതിനുവേണ്ടി നിങ്ങൾ കുട്ടികളെയും കൂട്ടി മുറ്റത്തിറങ്ങിയിട്ട് മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളില്ലേ, കുറെ ചെടി ഉണ്ടാവും വീട്ടിൽ. ഈ ചെടിയല്ല ആര് കാണാനാ? വൈഭവ നാളും അയൽവാസികളും കാണാൻ വേണ്ടി. അവരാരും നോക്കുവോ? നോക്കിയാ കണ്ടാല് ആ നല്ല പൂവാന്ന് പറയോ, ഓ വലിയ പൂ വളർത്തുന്ന ആളെന്ന് അസൂയ ഉണ്ടാകുക. നിങ്ങളുടെ വീട്ടിലെ ചെടികൾ ആര് കാണാനാ? നിങ്ങൾ കാണാനാ. ആ പൂക്കളെ പോയി നോക്കൂ. ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയും അവിടെ പറ്റിപ്പറക്കുന്ന തുമ്പികളെയും നോക്കൂ. അവിടെ വരുന്ന കാക്കകളെയും കിളികളെയും നോക്കൂ. അല്പനേരം മുറ്റത്തുലാത്തുക. അതിനു മുമ്പ് മക്കളെ വിളിക്കില്ലേ? വിളിക്കുന്ന എങ്ങനെയാ? മക്കളെ എങ്ങനെയാ വിളിക്കുക? പല രക്ഷിതാക്കളും മക്കളെ വിളിക്കുക എങ്ങനെയാണെന്നറിയോ? രാക്ഷസന്മാരെ വിളിക്കും പോലെ. എന്താ? സ്കൂൾ ബസ് വരേണ്ട സമയമായി. ഇവിടെ സ്കൂൾ ബസ് ഉണ്ടാ? സ്കൂൾ ബസ് വരേണ്ട സമയമായി. ഭക്ഷണം അങ്ങ് ആയിട്ടില്ല, ചെക്കനാണ് എണീറ്റിട്ടില്ല. ഇതാണ് ഒച്ച. രാവിലെ തന്നെ അട്ടഹാസം. അതിനു പകരം മക്കളെ വിളിക്കാൻ ഉമ്മമാരെ, അച്ഛന്മാരെ, അമ്മമാരെ മക്കളുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ടേ വിളിക്കാവൂ. ദൂരെ നിന്നിട്ട് വിളിക്കരുത്. മക്കൾ ഉറങ്ങുമ്പോ അടുത്തിരിക്കുക. എന്നിട്ട് അല്പനേരം മക്കളുടെ മുഖത്ത് നോക്കുക. കാരണം ലോകത്തിൽ ഏറ്റവും സുന്ദരനും സുന്ദരി ആരാ? നമ്മളെ മക്കളല്ലേ. ലോകത്ത് ഏറ്റവും സുന്ദരനും സുന്ദരി നമ്മളെ മക്കളാ. ഐശ്വര്യ റോയ്ക്കും ദുൽഖർ സൽമാൻ ഇത്ര സ്റ്റൈൽസ് ഇല്ല. ആ മുഖത്ത് അല്പം നോക്കുക. എന്നിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയഴകളൊന്ന് മാടി ഒതുക്കുക. എന്നിട്ട് കവിളത്തൊരു മുത്തം കൊടുക്കുക. എന്നിട്ട് കുപ്പായത്തിന്റെ ഉള്ളിൽ കൈയിടുക. എന്നിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കുക. പുറം കണ്ടുപിടിച്ച് തന്നെ മാന്താനാ. പുറം കൊണ്ട് വേറെ എന്തെങ്കിലും ഉപകാരമുണ്ടോ? പുറം കൊണ്ട് ആകെ 3 ഉപകാരമേ ഉള്ളൂ. ഒന്ന്, കണ്ടക്ടർമാർക്ക് ചാരി നിൽക്കുക സീറ്റും വരി. 2, കുട്ടിയെ സ്കൂളിൽ പോകുമ്പോൾ ബാഗ് പുറത്തിടാ. 3, മാന്തി കൊടുക്കുക. ഇത് മാത്രമേ കാര്യമുള്ളൂ. എന്നിട്ട് രാവിലത്തെ വിളിക്കുന്നത് മോനെ എന്നാ. എന്നിട്ട് എണീറ്റില്ലെങ്കിൽ എടാ, എന്നിട്ടോ പിന്നെ ഒച്ച മാറി നീടാ. ദേഷ്യം വരിക. ഈ ദേഷ്യം കൊണ്ട് ഒരു ഗുണവും കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. ഞാനൊരു കഥ പറയാം. ഒരാൾ കുട്ടിയെ എടുത്ത് നടക്കുക. നടന്നു പോകുമ്പോ കുട്ടി ഭയങ്കര കരച്ചിൽ. അപ്പൊ അയാള് അടങ്ങ് മാധവാന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി വാങ്ങിക്കൊടുത്തു. മിഠായി കിട്ടിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവാന്ന് പറഞ്ഞിട്ട് പഴംപൊരി വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവാന്ന് പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും ഈ കുട്ടി ഇങ്ങനെ ശാഠ്യം. അപ്പോഴെല്ലാം അടങ്ങ് മാധവാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വാങ്ങിക്കൊടുക്കുക ഇയാള്. ഇതും കണ്ടിട്ട് ഇയാളെ കൂട്ടത്തിൽ ഒരാൾ നടക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്ന ആൾക്ക് ദേഷ്യം വന്നു. ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്ത ക്ഷമ തന്നെ കേട്ടോ, വല്ലാത്ത ക്ഷമ തന്നെ, ഞാനങ്ങാറ്റ ഇനി എന്തൊക്കെ ചെയ്തു പോകും. എന്നിട്ട് കുട്ടിയോട് ഒന്നിച്ചു വന്ന ആൾ തട്ടിക്കരി, എന്താ മാധവ എനിക്കെല്ലാം വാങ്ങിത്തത്തിന് നീ എന്താ കരച്ചിൽ നിർത്താത്ത? അപ്പോ കുട്ടീനെ എടുത്ത് നടക്കുന്ന ആൾ പറയാ, കുട്ടീന്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീന്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ അടങ്ങ് മാധവ എന്ന് പറയുന്നു? അപ്പൊ അയാൾ പറഞ്ഞു, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. മക്കളോട് ദേഷ്യം വന്നാ ഇനി ഒറ്റ വർത്താൻ അടങ്ങ് മാധവ. മനസ്സിലായോ? ഓക്കെ. മക്കളെ മെല്ലെ വിളിച്ചുണർത്തി മുറ്റത്തിറങ്ങി 10 മിനിറ്റ് നേരം പ്രകൃതിയോടൊത്ത് മുറ്റത്തും ഇറയത്തും ചെലവഴിക്കാൻ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും സമയം കണ്ടെത്തണം. രാവിലെ അടുക്കളയിൽ പിന്നെ കയറാം. മുറ്റത്ത് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒരു ചെറിയ പാട്ട് പാടാൻ പറ്റുമോ? പറ്റുക. അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ കേസറ്റ് വെക്കാൻ പറ്റുമോ? വെക്കുക. അല്പനേരം മുറ്റത്ത് കൂടെ നടന്ന് നല്ല രസകരമായ കാര്യങ്ങൾ പറയാ. ഇന്ന് ഉച്ചക്ക് എന്താ കറി വെക്കാൻ പോകുന്നത് നല്ലുള്ള പറയാ. അങ്ങനെ രസത്തോടെ പറഞ്ഞ് അതിനുശേഷം നമുക്ക് പല്ലെല്ലാം തേച്ച് ചായയൊക്കെ കുടിക്കണ്ടേ എന്ന് പറഞ്ഞ് മെല്ലാത്തേക്ക് കയറുക കേട്ടോ. പുറം ലോകവുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുക. ഇപ്പൊ എന്താ അടഞ്ഞ വാതിലുകളാ മിക്ക വീട്ടിലും. ഞങ്ങളൊക്കെ കാർ എടുത്ത് പോകുമ്പോ വഴിതെറ്റി പോയാല് ഒന്ന് ചോദിക്കാൻ ഒരു വീട്ടിന്റെ വരാന്തയിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. എല്ലാരും വാതിലടച്ച് അകത്തിരിക്കുക. അകത്തിരുന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾ അടച്ചു വെക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് വാതിൽ തുറക്കുക. മനസ്സിലായോ? ഒന്നാമത്. രണ്ടാമത്തത്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. നന്നായി ആശയവിനിമയം നടത്തുക. സോഫ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മലയാളം എന്താ? സോഫ്റ്റൻ മലയാളം എന്താ? മൃദുലം അല്ലെ? ഇഡലി സോഫ്റ്റ് ആണല്ലോ എന്ന് പറയില്ലേ? ചപ്പാത്തി സോഫ്റ്റ് ആണെന്ന് പറയില്ലേ? നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആക്കണം. വീട്ടിൽ നിന്ന് ആരോട്? അച്ഛനമ്മമാരും കുട്ടികളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങൾ സോഫ്റ്റൻ ആക്കണം.
എങ്ങനെയാ സോഫ്റ്റൻ ആക്കേണ്ടത്? സോഫ്റ്റന്റെ സ്പെല്ലിംഗ് അറിയാവോ? SOFTEN. എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്മൈൽ, പുഞ്ചിരിക്കുക. നമ്മൾ ഈ പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ കേട്ടോ. കഴിഞ്ഞ ഒക്ടോബർ 1 വയോജന ദിനം എന്റെ നാട്ടില് ഇതുപോലത്തെ ഒരു UP സ്കൂൾ ഒരു പരിപാടി, വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നല്ല ഹെഡ് മാഷ് പ്രസംഗിക്കുക. അപ്പൊ ഒരു കുട്ടി ഒരു സംശയം, അല്ല ടീച്ചർ ഒരു സ്ഥിര ഉദാഹരണം പറഞ്ഞു. എന്താണെന്നറിയോ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ച പ്ലാവിലെ ചിരിക്കും. വീണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഈ പച്ച പ്ലാവിൽ ഇതുപോലെ ഒരു കാലം പഴുത്ത് വീഴുമെന്ന് ഓർക്കണ്ടേ? ടീച്ചർ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ഒരു സംശയം, ടീച്ചറെ എന്താ ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ച പ്ലാവിലെ ചിരിക്കാണ്ടെന്നാ പഴുക്കാണ്ടിരിക്കോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ തന്നെ. ചിരിക്കുക, പുഞ്ചിരിക്കുക. വീട് പുഞ്ചിരിക്കുന്നതാണ് വാതിൽ തുറക്കൽ. നമ്മുടെ വീടിന്റെ ചുണ്ടാണ് വാതില്. ആ വാതിൽ തുറക്കുമ്പോൾ വീട് പുഞ്ചിരിക്കും. നിങ്ങൾ പുഞ്ചിരിക്കുക, അല്ലെ? പുഞ്ചിരിക്കുക. അപ്പൊ ചിരിക്കുക ഒന്നാമത്. രണ്ടാമത്തത് ഓപ്പൺ ഹേർട്ട്. വാതിൽ തുറന്നാ പോരാ, ഹൃദയം തുറക്കുക. ഹൃദയം തുറക്കുക. എങ്ങനെയാ ഹൃദയം തുറക്കണ്ടേ? വീട്ടിൽ എല്ലാവരും ഒത്തുചേരുന്നു. ഇന്ന് തീരുമാനിക്കുക. വീട്ടിൽ നിങ്ങളുടെ ഉപ്പ, ഉമ്മാവ, അച്ഛൻ, അമ്മ, അമ്മമ്മ, ചേട്ടൻ എല്ലാവരും എത്തുന്ന സമയത്താ. ആ സമയത്ത് നിങ്ങൾ വരാന്തയിലോ എവിടെയെങ്കിലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് മൊബൈൽ ഫോൺ അതിന്റെ അടുപ്പിക്കരുത്. TV പൂട്ടണം. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം പൂട്ടുക. എന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. ഈ പല വീട്ടിലും TV തുറന്നു വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇടത്തേക്ക് മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയും നല്ല കുട്ടിയാവില്ല. വൃത്തികെട്ട സ്വഭാവമായിരിക്കും ആ കുട്ടികൾ. കാരണം ഈ TVയിലും മൊബൈലിലും വരുന്ന ഒന്നും നല്ലല്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ മൊബൈൽ ഫോൺ നോക്കുന്ന സ്വഭാവവും TV തുറന്ന് കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുട്ടികൾ ഉറപ്പാണ് സമൂഹത്തിൽ നല്ലവരാവില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ TV കാണുമ്പോ ഇതേ നടക്കുമല്ലേ? TV കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണി തിന്നല. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടേച്ചാ ഇല്ല. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടാ. അപ്പൊ TV കാണുമ്പോ ഈ കൈ അതിന്റെ പണിയെടുക്കും. അതിന്റെ ഇടയിൽ ഭക്ഷണത്തിൽ കൂറ വീണാലും മുളകാന്ന് വിചാരിച്ചിട്ട് അത് ചാരിച്ച് കുട്ടുകയും ചെയ്യും, അല്ലേ? അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ വട്ടത്തിലിരുന്ന് അച്ഛനും അമ്മയും മക്കളെല്ലാം സ്നേഹ സംഭാഷണം നടത്തുക. അന്നേരാണ് ചിലപ്പോ അച്ഛനും അമ്മയ്ക്കും നീക്ക് എത്രയാ പരീക്ഷയിൽ മാർക്ക് എന്ന് ചോദിക്കുക. അന്നും ചോദിക്കരുത് കേട്ടോ. നല്ല കാര്യങ്ങൾ പറയാ, വട്ടത്തിലിരുന്ന് വർത്തമാനം പറയാ. റോഡിലൂടെ അതാരാ പോന്ന്? അത് ബഷീർക്കിയ. മഹാവൃത്തിയട്ടോനാ, ഓന്റെ ദോഷെല്ലാം പറഞ്ഞ്. പിന്നെ ആരാ പോന്ന്? കൃഷ്ണൻകുട്ടി അതിലും മോശ. പിന്നെ ആരാ പോന്ന്? സെബാസ്റ്റ്യൻ തീരെ പോക്ക. പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂലേ? പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധ, MLA പോക്ക, മന്ത്രിമാര് പോക്ക, മുഖ്യമന്ത്രി പോക്ക, എല്ലാരും പോക്ക. ലോകത്തിൽ ഒരാളേ ഉള്ളൂ നല്ലേ. അതാരാ? വെരി ഗുഡ്, ഞാൻ മാത്രം. ഇത് പറഞ്ഞ് അല്ലേ? ഇത് കേട്ട് കുട്ടികൾക്ക് ഒരു സ്വഭാവം വരും. ആ സ്വഭാവമുള്ള കുട്ടികളാണ് നാട്ടിൽ പോയിട്ട് സകല കുഴപ്പമുണ്ടാക്കുന്നത്. എന്താ സ്വഭാവം എന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ഭാവമുള്ള കുട്ടികൾ ഉണ്ടാവും. പിന്നെ ഐ ആം ഓക്കെ എന്നതിന് പകരം എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ ജാതി മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഈ ശരിയിൽ നിന്നാണ് എല്ലാ തെറ്റും ഉണ്ടാകുന്നത്. ഞാൻ മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ ജാതി മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഇതിൽ കൊണ്ടാ ലോകത്തെ സകല കലാപം ഉണ്ടാവും. അതുകൊണ്ട് ദോഷം പറഞ്ഞു കൊടുക്കുന്ന ചർച്ചകൾ വീട്ടിൽ നടത്തണ്ട കേട്ടോ. നല്ലത് പറയാ. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. ഈ ലോകത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പൂന്തോട്ടങ്ങളും ഉണ്ടല്ലോ, അതിനെ കാട്ടിക്കൊടുക്കണം. അതുകൊണ്ട് ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് ചർച്ച ചെയ്യുക. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, മുന്നോട്ട് പിടിയ. സ്കൂളും വിട്ട് മക്കൾ വന്നാൽ ഉടനെ തുടങ്ങും. എന്റെ ട്രൗസറിൽ എന്തായ, എന്റെ കുപ്പായത്തിൽ എന്തായത്, എന്റെ ബാഗിൽ എന്താ, ബാഗിലെ പുസ്തകം എന്താ, അങ്ങനെ ചോദ്യം ചെയ്യലാണ്. സ്കൂളും വിട്ട് വരുമ്പോ അച്ഛനാട്ടെ, അമ്മയാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, എന്തെല്ലാടാ വിശേഷം? ഒന്ന് മുന്നോട്ട് കുനിയണം കേട്ടോ. അഹന്തയിൽ ഇങ്ങനെയല്ല, മുന്നോട്ട് കുനിയ. ഞാൻ വലിയ ആളാ, 100 കിലോ ഉള്ള ആളാ. എന്റെ വീട്ടിൽ ഒരു കുട്ടി വന്നു, ആ കുട്ടീനെ എടുക്കണം, ഞാൻ കുനിയൂല. വാ മോളെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടീനെ എടുക്കാൻ പറ്റുമോ?
ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരൂ. അതുകൊണ്ട് മുന്നോട്ട് കുനിയുക, കുട്ടികളുടെ മുന്നിലേക്ക് കുനിയുക, കുട്ടികളോട് അടുക്കുക, ബോഡി ലാംഗ്വേജ് കാണിക്കുക. അതാണ് ഫോർവേഡ് ലീൻ. മനസ്സിലായോ? SOFIO. അടുത്തത് T, ടച്ച്. തൊടണം മക്കളെ, കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം ആർക്കെങ്കിലും? കുട്ടികൾ ധരിച്ചെന്താണെന്നറിയാം വാത്സല്യം എന്ന് പറഞ്ഞാല്? കിൻഡർ ജോയ്, ഡയറി മിൽക്ക്, അൽഫാം, ഇതൊക്കെ കൊണ്ടു കൊടുക്കല വാത്സല്യം എന്നാ? അല്ല. വാത്സല്യം എന്ന വാക്ക് വന്നത് വത്സം എന്നുള്ള വാക്കിൽ നിന്ന്. എന്താ വത്സം അറിയാവോ? വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ച്. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം, തൊടണം. അത് മക്കളെ തൊട്ടാ പോരാ. കുടുംബങ്ങൾ പ്രായമായ മനുഷ്യരോട്, കുട്ടികളോട് പറയണം, നിങ്ങളുടെ ഉപ്പാവയും ഉമ്മാവയെല്ലാം ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കാലിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറയണം. കാരണം നമ്മുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളാ: കണ്ണ്, മൂക്ക്, നാക്ക്, കാത്. പക്ഷെ ഈ 4നെ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ, ത്വക്കിനെ പരിഗണിക്കുന്നില്ല. ത്വക്കാണ് മനസ്സിന്റെ മതില്. മനസ്സെന്ന് പറഞ്ഞാൽ തലയിൽ മാത്രമുള്ള സാധനമല്ല, ശരീരത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന മനസ്സ്. മനസ്സിന്റെ മതിൽ ത്വക്കാൻ, അതിൽ സ്പർശിക്കണം. മക്കളുടെ മുന്നിൽ അച്ഛനമ്മമാർ അടുത്തിരുന്ന് ബഹുമാനത്തോടെ വർത്തമാനം പറയണം. മക്കളുടെ മുന്നിൽ ചണ്ട കൂടുന്ന അച്ഛനമ്മമാരുടെ ഉപ്പ-ഉമ്മമാരുടെ വീട്ടിൽ കുട്ടികളുടെ സ്വഭാവത്തിന് വൈകൃതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ചണ്ട കൂടാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ ചിലപ്പോൾ തർക്കങ്ങളും ചണ്ടകളൊക്കെ ഉണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പോയിട്ടാകുമ്പോൾ നിങ്ങൾ ചണ്ട കുടിക്കോ? കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് ഡീസന്റ് ആയിരിക്കണം. അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവും. ഇത് വെറുതെ പറയല്ല. ക്രിമിനലുകളുടെ വീടുകളിൽ നടത്തിയ സോഷ്യോളജി സർവേയിൽ നിന്ന് മനസ്സിലാക്കിയത്, ക്രിമിനലുകളിൽ 95% വീട്ടിൽ അച്ഛനമ്മമാർ തമ്മിൽ ഭയങ്കരമായ കലഹമായിരുന്നു. അതിന്റെ പേരിലാണ് ഇവർ ദുഷ്ടമനസ്സിലേക്ക് പോയത്. അതുകൊണ്ട് അച്ഛനും അമ്മയും പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന വീടുകൾ ഉണ്ടാവണം. മനസ്സിലായോ? അപ്പൊ ടച്ച് വേണ്ടേ? മക്കളെ തൊടണം, ഭാര്യയും ഭർത്താവും തൊടണം, അപ്പൂപ്പനെ തൊടണം, ഉപ്പാവനെ തൊടണം, ഉമ്മാവനെ തൊടണം. ടച്ച് വേണം. അടുത്തത് SOFT കഴിഞ്ഞ അടുത്ത E എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കണം, മക്കളുടെ കണ്ണിൽ നോക്കണം. ആ കണ്ണുകളിലെ സ്വപ്നങ്ങൾ, ദൈന്യതകൾ, പ്രതീക്ഷകൾ എല്ലാം നോക്കാൻ കഴിയണം. കണ്ണിൽ നോക്കണം. മനസ്സിലായോ? കണ്ണാണല്ലോ നമ്മുടെ പേഴ്സണാലിറ്റി. കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. കണ്ണിൽ നോക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, അറിയുമോ? മക്കളുടെ കണ്ണിൽ നോക്കാൻ അറിയില്ലെങ്കിൽ പറ്റാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു യുദ്ധം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം ഏതാണെന്നറിയോ? മഹാഭാരത യുദ്ധം. മഹാഭാരത യുദ്ധത്തിന്റെ കാരണം കുട്ടിയൊക്കെ ഞാൻ കഥ പറഞ്ഞുതരാം. ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു കണ്ണു കാണാത്ത ഒരാളുണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിച്ചത് ഗാന്ധാരി അമ്മേനെയാണ്. ഗാന്ധാരിക്ക് അറിയില്ലായിരുന്നു ഇയാൾക്ക് കണ്ണു കാണൂലെന്ന്. കല്യാണ പന്തലിൽ കയറിയാരാ മനസ്സിലാകുന്നത് തന്റെ ഭർത്താവ് കണ്ണു കാണാത്ത ആളാണ്. തന്നെ പറ്റിച്ചത്, ഇതുവരെ മറച്ചു വെച്ച് പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് ഗാന്ധാരി അമ്മ കല്യാണത്തിന് തലയിലിടുന്ന മന്ത്രകോടിയില്ലേ, അത് പറിച്ച് ചെന്തിയിട്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, തന്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി ഞാനും കാണുന്നില്ല. പിന്നെ മരണം വരെ കണ്ണിനെ കെട്ട് അയച്ചില്ല. 100 മക്കളെ വെച്ചതവര്. 1ഉം 2ഉം 10ഉം അല്ല, 100 മക്കൾ. അവരാണ് കൗരവന്മാര്. ആ കൗരവന്മാരുടെ തോന്നിവാസം കൊണ്ടാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. കൗരവന്മാരൊന്നും തോന്നിയാസികളായിരുന്നില്ല, എല്ലാവരും നല്ല കുട്ടികളായിരുന്നു. എന്തായിരുന്നു മൂത്തവന്റെ പേര് എന്നറിയാവോ? കൗരവന്മാരിൽ മൂത്തവന്റെ പേരറിയാവോ? ഇതൊന്നും പാഠപുസ്തകത്തിലൊന്നും ഇല്ലേ? കൗരവന്മാരിൽ മൂത്തവന്റെ പേരറിയുന്ന ആരെ കൊണ്ട് ഇവിടെ? വെരി ഗുഡ്, ദുര്യോധനൻ. ദുര്യോധനൻ എന്നായിരുന്നില്ല ആദ്യം പേര്, സുയോധനൻ എന്നായിരുന്നു. സുയോധനൻ, അച്ഛനും അമ്മയും വിളിച്ച സുയോധനൻ എന്നാ. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. സു എന്ന് പറഞ്ഞാൽ നല്ലത്. പക്ഷെ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. എന്തേ? ഈ മക്കളെ അച്ഛനോ ജന്മനാ കണ്ടില്ല. എന്നാ അമ്മയെങ്കിലും കണ്ടേ? അമ്മയും നോക്കിയില്ല. സാധാരണ പണ്ട് ഒരു പാട്ടില്ലേ, അച്ഛന് കണ്ണ് കാണുന്നില്ല, അമ്മക്ക് കണ്ണ് കാണും. ഭാര്യയും ഭർത്താവും കൂടി പാടുന്ന ഒരു പാട്ടുണ്ട്. ഭാര്യ പാടുക, ഭർത്താവ് പാടുക, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ പാടുന്ന എന്താ? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. എന്ന ഒന്നിനെ പോലും നോക്കാതെ 100 മക്കളും ഈ അച്ഛനമ്മമാരുടെ മുന്നിൽ പടഞ്ഞു മരിച്ചു, യുദ്ധത്തിൽ മരിച്ചു. ഇവർ മരിച്ചപ്പോ ഒരു കർമ്മം ചെയ്യാൻ ഒന്നും ബാക്കിയായില്ല. അവസാനം
മക്കള് മുഴുവൻ മരിച്ചിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി ഇവര്. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിച്ചു. എന്താ കാരണം? മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും കഴിഞ്ഞില്ല, അമ്മക്കും കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കെല്ലാം നല്ല കണ്ണുണ്ടായിട്ടും മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ല, പിന്നെ ആ കണ്ണെന്തിനാ? അതുകൊണ്ട് ഐ കോണ്ടാക്ട്, അവസാനത്തെ എൻ നോഡിങ്. മക്കള് പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ തലകുലുക്കി സമ്മതിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ വീട്ടിൽ ഡെമോക്രസി വേണം. ഇപ്പൊ ഏകാധിപത്യമാണ് പല വീട്ടിലും. നമ്മുടെ കുട്ടികൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ആർത്തെ ആണുങ്ങൾ തീരുമാനിക്കും, അല്ല പെണ്ണുങ്ങൾ തീരുമാനിക്കും. എന്റെ വീടാണ്, ഞാനാണ് ഇവിടുത്തെ ചെലവ് വഹിക്കുന്നത്, ഞാൻ പറഞ്ഞനുസരിക്കണം എല്ലാവരും. നോ, നമ്മുടെ വീട്ടിൽ ഈക്വാലിറ്റി ഉണ്ടാവണം. വട്ടത്തിൽ നിന്ന് വർത്തമാനം പറയണം. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ ആര് പറയുന്നു എന്ന് നോക്കണ്ട, എന്ത് പറയുന്നു നോക്കിയിട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റണം. അത്തരത്തിൽ കുട്ടികൾ എന്തെങ്കിലും ശരിയായ കാര്യം പറഞ്ഞാൽ തല കുലുക്കി സമ്മതിക്കണം. അതാ നോഡിങ്. അപ്പൊ സോഫ്റ്റനായോ? സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിൽ നമ്മുടെ കുടുംബം സ്വപ്നങ്ങൾ അലങ്കരിക്കും, നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന പാട്ടിൽ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ അലങ്കരിക്കാൻ രക്ഷിതാക്കളെ നിങ്ങൾ വളരുക. കല്യാണം കഴിഞ്ഞാൽ പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് എന്തോ ആരോ പറഞ്ഞോ നിങ്ങളോട്? ഇല്ല. എന്നിട്ടും ഒരു പുസ്തകം വായിക്കുന്നില്ല, ഒരു കവിത ചൊല്ലുന്നില്ല, ഒരു കഥ വായിക്കുന്നില്ല. ബിരിയാണി പുഴുങ്ങിയിട്ട് കൊടുക്കും. ശരീരത്തിനല്ലേ ബിരിയാണി? എന്നാ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചവരുണ്ടോ ഇവിടെ? കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് ബിരിയാണി. ആ കഥ വായിച്ച എത്ര ആളുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കൂ. ഒരാളെ കൈവക്കൂ. ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച പലരും ഉണ്ടോ? ഒറ്റൊരാളാ. അപ്പോ നിങ്ങൾ പഞ്ചായത്തിന്റെ ഉണ്ണിമാഷയുടെ ഉണ്ട്. മാഷെ, വായനശാലകൾ എങ്ങനെയുണ്ട് ഇവിടെ? തൊട്ടടുത്ത് വായനശാല ഉണ്ട് പോലും. അവിടെ ഉണ്ട്, അവിടെ ബിരിയാണി ഉണ്ട്. ആ ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഇന്ന് തീരുമാനിക്കും. ഒരാഴ്ചക്കുള്ളിൽ എല്ലാ വീട്ടിലും ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒച്ചത്തിൽ വായിക്കും. അതിന്റെ ഗുണം നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ കാണാം. ഓണത്തിനും വിഷുവിനും നെയ്പായസം വെച്ചു കൊടുക്കൂലേ കുട്ടിക്ക്? മാധവിക്കുട്ടി എഴുതിയ നെയ്പായസം എന്ന് പറഞ്ഞ കഥ വായിച്ചാലും കൊണ്ട് ഇവിടെ കൈബുക്ക്. കുറച്ചാളുണ്ട് നെയ്പായസം വായിച്ചവര്, കുറച്ചാളുണ്ട്. നെയ്പായസം വായിച്ചു കൊടുക്കണം മക്കൾക്ക്, ബിരിയാണി വായിച്ചു കൊടുക്കണം. നല്ല കഥകളും നല്ല കവിതകളും ഇറങ്ങുന്നുണ്ട്, അതൊക്കെ വായിക്കണം. രക്ഷിതാക്കളും വായിക്കണം, മക്കളും വായിക്കണം, കൂടിയിരുന്ന് വായിക്കണം. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ, മര്യാദയുടെ സർവകലാശാലയാണ്. പാഠപുസ്തകം കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ മത്തൻ നടുവല്ലോ ഇപ്പോ നമ്മുടെ നാട്ടിലല്ലേ പച്ചക്കൃഷി. മത്തൻ നട്ടാല് മത്തന്റെ പൂവിൽ നിന്ന് ആദ്യം ഒരു നെല്ലിക്കേന്റെ വലുപ്പത്തിൽ ഒരു കായ വരും. ഈ കായക്ക് എന്റെ നാട്ടിൽ പറയും മിടിയും. മിടി എന്താ പറയാ? പൂവല് ഒരു ചെറിയ സാധനം. ഇത് നിങ്ങൾ ചെടിന്ന് പറിക്കാതെ ഒരു ചെറിയ മൺപാത്രം വാങ്ങിയിട്ട് ഇതില് ഈ പൂവല് ഈ മൺപാത്രത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ചെടിക്ക് നല്ലവണ്ണം വെള്ളവും വളവും കൊടുക്കുക. അപ്പൊ ഈ മത്തൻ ഇങ്ങനെ വളരും. പക്ഷെ മൺപാത്രം വളരുമോ? അപ്പൊ ഒരു നിശ്ചിത വലുപ്പം വന്ന മൺപാത്രത്തെക്കാൾ മത്തം വളരാൻ തുടങ്ങുമ്പോ ഒന്നുകിൽ മൺപാത്രം പൊട്ടും, ഇനി മൺപാത്രത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിലോ മത്തം കെട്ടുപോകും. ഇവിടെ ആരാ മത്തൻ എന്നറിയാവോ? മിടി പൂവലാരാന്നറിയാവോ? നമ്മുടെ കുട്ടികളാ. ആരാ മൺപാത്രം? അച്ഛനമ്മമാരാ, കുടുംബമാണ്. കുട്ടികൾ വളരുന്നു, പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു, നന്നായിട്ട് ചിന്തിക്കുന്നു, നന്നായി പാട്ട് പാടുന്നു. പക്ഷെ രക്ഷിതാക്കളോ പണ്ടത്തൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല. മൺപാത്രം വളരുന്നില്ല, ഒരു കവിത വായിക്കൂല, ഒരു കഥ വായിക്കൂല. അപ്പൊ എന്താവും? മൺപാത്രം പൊട്ടിക്കും. കുട്ടികൾ രക്ഷിതാക്കളെ ധിക്കരിച്ച് പുറത്തു പോകും. അവർ മയക്കുമരുന്നിന് അടിമയാവും, അവർ മദ്യപാനത്തിന് അടിമയാവും. അവരുടെ ചങ്കുകൾ പുറത്താ. നിങ്ങൾക്ക് വിലയുണ്ടാവില്ല. ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പോയിട്ട് എന്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ പേടിപ്പിച്ചിരുത്തും എന്ന് പറഞ്ഞാലോ മൺകല ഉറപ്പുണ്ടെങ്കിൽ മത്തം കെട്ടുപോകും. കുട്ടികൾ പൊട്ടനും പൊട്ടത്തിയായി പോകും. മനസ്സിലായോ? അതുകൊണ്ട് കുട്ടികൾ വളരുമ്പോൾ രക്ഷിതാക്കളെ നിങ്ങളും വളരണം. വേണ്ടേ? ആ വളരാൻ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാ. നമുക്കൊന്ന് പുറത്തു പോവാ. കുട്ടികളെ നമുക്കൊന്ന് പുറത്തു പോവാ. മനസ്സുകൊണ്ട് പുറത്തു പോവാ. ആ പുറത്തു പോയപ്പോ ഒരു മാവ്, ആ മാവിൽ ഒരു അണ്ണാരക്കണ്ണൻ. ആ അണ്ണാരക്കണ്ണനെ കണ്ടപ്പോ നിങ്ങള് അണ്ണാരക്കണ്ണന്റെ ചെറിയ കുട്ടിയാ. നിങ്ങള് അണ്ണാരക്കണ്ണന്റെ ബാലിന്റെ രോമം എണ്ണി നോക്കുമ്പോ 90 വരെ എണ്ണി. എണ്ണം തീർന്നു പോയി, രോമം ബാക്കി. കാരണം 90 വരെ എണ്ണാനെ അറിയൂ, ബാക്കി എണ്ണാൻ അറിയില്ല. അപ്പൊ കുട്ടി അണ്ണാരക്കണ്ണന് പേരിട്ട് 90 ബാലൻ. അപ്പോ ആ അണ്ണാരക്കണ്ണനോട് കുട്ടി ഒരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യം ഞാൻ പാടും, നിങ്ങൾ ഏറ്റുപാടണം. അണ്ണാരക്കണ്ണ 90 ബാല നീ പഴങ്ങോട്ടാ.
അപ്പൊ അണ്ണാരക്കണ്ണൻ പറഞ്ഞു, ഞാൻ തമ്പുരാന്റെ നെല്ല് കൊയ്യാൻ പോണു. അപ്പൊ ഉടനെ ഈ കുട്ടി ചോദിച്ചു, തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ നിന്നെ, തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ? അന്നേരം ഞാൻ കൈതക്കാട്ട് തുള്ളും, കൈത നിനക്കെന്ത് തരും, കൈത നിനക്കെന്ത് തരും? കൈത ഒരു കെട്ട് കൈതപ്പൂവ് തരും, പൂവ് നീ എന്നാർക്ക് കൊടുക്കും? പൂവ് ഞാൻ പൂവാലി പശുവിന് കൊടുക്കും, പൂവാലി പശു എന്ത് തരും, പൂവാലി പശു എന്ത് തരും? പൂവാലി പശു ഒരു കുന്തി ചാണകം തരും. ചാണകം നീ ആർക്ക് കൊടുക്കും, ചാണകം നീ ആർക്ക് കൊടുക്കും? ചാണകം ഞാൻ വെറ്റിലച്ചെടിക്ക് കൊടുക്കും, വെറ്റിലച്ചെടി എന്ത് തരും, വെറ്റിലച്ചെടി എന്ത് തരും? വെറ്റിലച്ചെടി ഒരു കെട്ട് വെറ്റില തരും. വെറ്റില നീ എന്നാർക്ക് കൊടുക്കും, വെറ്റില നീ എന്നാർക്ക് കൊടുക്കും? വെറ്റില ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കും, മുത്തശ്ശി നിനക്കെന്ത് തരും, മുത്തശ്ശി നിനക്കെന്ത് തരും? മുത്തശ്ശി കല്ലും മുള്ളും പെറുക്കി പായസം വെച്ച് തരും. കല്ലും മുള്ളും പെറുക്കി പായസം വെക്കാൻ പറ്റുമോ? ആ പണ്ടത്തെ മുത്തശ്ശിയോട് ചോദിക്കും, പണ്ടത്തെ അരിയിൽ കല്ലുമുള്ളെല്ലാം ഉണ്ടാവും, അതെല്ലാം പെറുക്കി മാറ്റിയിട്ടാ പായസം വെക്കുക. മനസ്സിലായോ? പായസം കുടിക്കാൻ വേണ്ടി സ്പൂൺ ഉണ്ടാ? ഇതിലാ പായസം കുടിക്കുക? പ്ലാവില കൊട്ടിയിട്ടല്ലേ? അപ്പൊ പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ, പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെമലൊരു ഒച്ചിനെ തോണ്ടാൻ കൊള്ളിക്ക് പോയപ്പോ കൊള്ളിമേലുണ്ട് ചോര. ചോര കഴുകാൻ കുളത്തിൽ പോയപ്പോ കുളത്തിലുണ്ടോ രാമ. ആമയെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ, ആമയെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കുളത്തിലിടും, വള്ളി കുടുങ്ങി കുളത്തിലിടും, 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 ഡും ഡും ഡും. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇതുപോലെ പാടണ്ടേ? മാവ് കാണാൻ പോയപ്പോ അണ്ണാരക്കണ്ണനെ കണ്ടു, അണ്ണാരക്കണ്ണനെ കണ്ടപ്പോ പാട്ടുണ്ടായില്ലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ മനസ്സിൽ തോന്നിയാക്ഷരങ്ങൾ പാടണം, എഴുതണം. എന്താണ്? തോന്നിയാസല്ല, തോന്നിയാക്ഷരങ്ങൾ പാടണം, എഴുതണം. നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങിത്തരാൻ പറയാ. എന്നിട്ട് നോട്ട് ബുക്കില് നിങ്ങൾ സന്തോഷം വരുമ്പോ ആ സന്തോഷം എഴുതി വെക്കുക, സങ്കടം വരുമ്പോ സങ്കടം എഴുതി വെക്കുക. അങ്ങനെ സന്തോഷവും സങ്കടവും കവിഞ്ഞും അറിയൂലേ? അതാണ് നിങ്ങളെ കരച്ചല് അല്ലേ? എന്ന് പറഞ്ഞ് കരയൂലേ? അത് സന്തോഷം കവിഞ്ഞു മറയുന്ന അല്ലെ, സങ്കടം കവിഞ്ഞു മറയുന്ന. ആ കവിയുമ്പോ ശ്രദ്ധിച്ചോ, കവിയുമ്പോ അത് എവിടെ വിതക്കണം എന്നറിയോ? കടലാസിൽ വിതക്കണം. കവിയുമ്പോ വിതച്ചതാണ് കവിത. പിടികിട്ടിയ? കവിയുമ്പോൾ വിതയ്ക്കുന്നത് കവിത. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളെല്ലാം കടലാസിൽ വിതച്ചു വെക്കുക. എന്നിട്ട് പിന്നെ എടുത്ത് നോക്കുക. നിങ്ങൾ 7ാം ക്ലാസ്സിൽ വിതച്ചത് 12ാം ക്ലാസ്സിൽ എടുത്ത് നോക്കൂ. അത് കവിത പൂത്തിട്ടുണ്ടാകാം, കവിത പൂത്തു വരും. അന്നേരം അതിന്റെ രസം മനസ്സിലാകുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് നന്നായി പാട്ടുപാടുക, നന്നായിട്ട് എഴുതുക, കഥ പറയുക. രക്ഷിതാക്കള് അവർക്ക് ചെവി കൊടുക്കുക. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും കുട്ടികളും തമ്മിൽ വർത്തമാനം പറയുമ്പോൾ എത്രയാ പറയണ്ടേ, എത്രയാ കേൾക്കണ്ടേ, ഇതിനൊരു അനുപാതമുണ്ട്. എത്രയാണെന്നറിയോ? 1:2. കുട്ടികൾ 1 പറയുമ്പോ കുട്ടികൾ പറയുന്ന 2 കേൾക്കണം. അതിന്റെ തെളിവെന്താ? പറയാൻ എത്രയാ നാവ്? 1. കേൾക്കാൻ എത്രയാ ചെവി? 2. അപ്പൊ പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം. കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക, കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക. കുട്ടികളെയും കൂട്ടിയിട്ട് പുഴയോരത്തും വയലോരത്തും പോവുക. കുട്ടികളെയും കൂട്ടിയിട്ട് പ്രകൃതിയോടൊത്ത് സംവദിക്കുക. കുട്ടികളെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയാൽ മാത്രം പോരാ, ഭക്ഷണം കൊടുത്താൽ പോരാ, ശരീരത്തെ വളർത്തിയാൽ പോരാ, മനസ്സിനെ വളർത്തുക, ഹൃദയത്തെ വളർത്തുക. ഓരോ കുട്ടിയും ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക, ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ബോധ്യത്തോടു കൂടി മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നോക്കാതെ, എന്റെ ജീവിതത്തിൽ നമുക്ക് ആകെ ഒറ്റ ജന്മല്ലേ ഉള്ളൂ. അടുത്ത ജന്മം ഉണ്ടോ? ഈ ജന്മം മനുഷ്യനായില്ലേ? നമ്മൾ അരനയായില്ലല്ലോ, പോത്തായില്ലല്ലോ, കടുവയായില്ലല്ലോ. മനുഷ്യന് മാത്രമാണ്
പഠിക്കാൻ പറ്റുക, മനുഷ്യന് മാത്രമാണ് പാടാൻ പറ്റുക, മനുഷ്യന് മാത്രമാണ് ചിരിക്കാൻ പറ്റുക, മനുഷ്യന് മാത്രമാണ് വായിക്കാൻ പറ്റുക, മനുഷ്യന് മാത്രമാണ് നൃത്തം ചെയ്യാനും ഒപ്പന കളിക്കാനും പറ്റുക. അതുകൊണ്ട് നമ്മൾ മനുഷ്യനാവുന്നത് തിന്നുക, കിടന്നുറങ്ങുക, കക്കൂസ് പോവുക, തിന്നുക, കിടന്നുറങ്ങുക, കക്കൂസ് പോവുക. ഈ പണിയെടുത്താൽ നമ്മൾ മനുഷ്യനാവില്ല. കാരണം മൃഗങ്ങളും തിന്നുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്. ഇല്ലേ? നമ്മൾ ചിരിക്കുക, ചിന്തിക്കുക, പാട്ടുപാടുക, സ്നേഹിക്കുക, സഹായിക്കുക, പഠിക്കുക, ഈ പണിയെല്ലാം ചെയ്യുന്ന നമ്മുടെ വീട് ഒരു നല്ല സർവകലാശാലയെ മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രക്ഷാകർത്തൃ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ച PTA കമ്മിറ്റിക്കും മാനേജർക്കും സ്കൂൾ അധികൃതർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.